Good morning, all. Good morning, ma'am. എൻ്റെ വോയിസ് കുറവാണ്. Good morning. Good morning. Prayer പറഞ്ഞോ കേട്ടോ. Good morning, ma'am. Ma'am, prayer start ആകട്ടെ. Prayer പറഞ്ഞോ കേട്ടോ. കാണായ ലോകങ്ങൾ കാക്കുന്ന ദേവാ കാരുണ്യ സിന്ധു നമിക്കുന്നു ഞങ്ങൾ. കാണായ ലോകങ്ങൾ കാക്കുന്ന ദേവാ കാരുണ്യ സിന്ധു നമിക്കുന്നു ഞങ്ങൾ. കരളിൻ്റെ പൂക്കൾ നിൻ പാദതാരിൽ കാണിക്ക വച്ചു നമിക്കുന്നു ഞങ്ങൾ. കാണിക്ക വച്ചു നമിക്കുന്നു ഞങ്ങൾ. ലോക സമസ്ത സുഖിനോ ഭവന്തു ഈ മന്ത്രമീ ലോകമെങ്ങും മുഴങ്ങാം. ലോക ഭവന്തു ഈ മന്ത്രമീ ലോകമെങ്ങും മുഴങ്ങാം. വിജ്ഞാനമേകും നിരകതീർത്തുകാൻ കാരുണ്യ സിന്ധു നമിക്കുന്നു ഞങ്ങൾ. കാരുണ്യ സിന്ധു നമിക്കുന്നു ഞങ്ങൾ. വിറയാർന്ന കൈകൾ ചലിക്കുന്ന നേരം ഞങ്ങൾ തൻ കരളിൻ്റെ കൈക്കൊമ്പിൽ നീട്ടി ചൊരിയൂകനാഥ നിൻ സ്നേഹധാര. ചൊരിയൂകനാഥ നിൻ സ്നേഹധാര. കാരുണ്യ സിന്ധു നമിക്കുന്നു ഞങ്ങൾ. കാരുണ്യ സിന്ധു നമിക്കുന്നു ഞങ്ങൾ. കാണായ ലോകങ്ങൾ കാക്കുന്ന ദേവാ കാരുണ്യ സിന്ധു നമിക്കുന്നു ഞങ്ങൾ. കാരുണ്യ സിന്ധു നമിക്കുന്നു ഞങ്ങൾ. താങ്ക് യു മാം. നന്നായിട്ട് വിദ്യ. Thought of the day, Deepthiyana. Life and time are the world's best teachers. Life teaches us to make good use of time, and time teaches us the value of life. Thank you, ma'am. Signing rhyme ആണ്. Incy Wincy Spider. Incy Wincy Spider climbed the water spout. Down came the rain and washed the spider out. Incy Wincy Spider climbed the water spout. Out came the sunshine and dried up all the rain. Incy Wincy Spider climbed the water spout again. Thank you. Okay. ലാസ്റ്റ് ക്ലാസ്സിൽ എന്തെങ്കിലും ആക്ടിവിറ്റി തന്നിട്ടുണ്ടായിരുന്നോ? എന്തായിരുന്നു ആക്ടിവിറ്റി? ഇന്നത്തേക്ക് പറഞ്ഞില്ല, ഫ്രെയിം ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. ഫ്രെയിംസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതന്നെ, കുഴപ്പമില്ല. അപ്പൊ നമ്മള് നോക്കിക്കൊണ്ടിരിക്കുന്ന ചൈൽഡ് വെൽഫെയർ എന്ന് പറയുന്ന പോർഷൻ ആണ് അല്ലെ? സോ ചൈൽഡ് വെൽഫെയറിൽ മെന്റലി റിട്ടേൺ ചിൽഡ്രൻസ് വരെ ആണെന്ന് തോന്നുന്നു. അത് മുതൽ ഇനി എടുക്കണം അല്ലെ? അതെ മിസ്. അപ്പോ മെന്റലി റിട്ടേൺ ചിൽഡ്രൻസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്.
ഞാൻ പറഞ്ഞു നോർമൽ കുട്ടികളെ കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് ഈ മെന്റലി റിട്ടേൺ ചിൽഡ്രൻസിന് നല്ല രീതിയിൽ എഫക്റ്റീവ് ആയിരിക്കും ഏത് ഈ മോണ്ടിസോറി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. കാരണം മരിയ മോണ്ടിസോറി ഫസ്റ്റ് ഇയർ മെത്തേഡ് അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ കുട്ടികളെ ട്രെയിൻ ചെയ്ത് തുടങ്ങിയത് മെന്റലി റിട്ടേൺ ചിൽഡ്രൻസിനെയാണ്. ആദ്യം മരിയ മോണ്ടിസോറി ഫിസിഷ്യനായിട്ട് പ്രാക്ടീസ് ചെയ്തിരുന്ന ടൈമില് കുറച്ച് മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളെ ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ട് വന്നു. ആ സമയത്താണ് മനസ്സിലായത് അവർക്ക് എന്തുകൊണ്ടാണ് അവർക്ക് ഈ ഒരു പ്രശ്നം വരുന്നത്, അല്ലെങ്കിൽ അവർക്ക് എന്തുകൊണ്ടാണ് ഈ ഒരു കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്തത്. കാരണം അവർക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നില്ല. ആബ്സെൻസ് ഓഫ് സെൻസ് ആണ്. ഓരോ കാര്യങ്ങളും സെൻസ് ചെയ്യാനായിട്ട് പറ്റാതെ വരുമ്പോഴാണ് കുട്ടികൾ മെന്റലി റിട്ടേൺ ചിൽഡ്രൻസ് ആയിട്ട് മാറുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോ മോണ്ടിസോറി എന്ത് ചെയ്തു, കുറച്ച് സെൻസോറിയൽ മെറ്റീരിയൽസും കാര്യങ്ങളും എന്ത് ചെയ്തു, ഇൻട്രൊഡ്യൂസ് ചെയ്തു. കൂടുതലായിട്ട് സെൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലത്തെ മെറ്റീരിയൽസും കാര്യങ്ങളും. അതിലാണ് സാൻഡ് പേപ്പർ ലെറ്റേഴ്സ്, ടച്ച് ടാബ്ലെറ്റ്സ്, അതേപോലെ തന്നെ കുറച്ച് സെൻസോറിയൽ മെറ്റീരിയൽസ് ഉണ്ട്. പിങ്ക് ടവർ, ബ്രൗൺ സ്റ്റെയർ പോലുള്ള മെറ്റീരിയൽസ് കുറച്ചുണ്ട്. അപ്പൊ അതെല്ലാം സ്വയമേ പ്രിപ്പയർ ചെയ്തു അത് എന്ത് ചെയ്തു, ആ കുട്ടികളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പൊ അവരിൽ കുറച്ച് മാറ്റങ്ങൾ വരുന്നതായിട്ട് മോണ്ടിസോറിക്ക് മനസ്സിലായി. സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ഇല്ല കേട്ടോ, ജസ്റ്റ് ഞാൻ സെൻസോറിയൽ മെറ്റീരിയൽ ഒന്നും പറഞ്ഞാണ് സാൻഡ് പേപ്പർ ലെറ്റേഴ്സ്. ടച്ച് ടാബ്ലെറ്റ്സ്, പിങ്ക് ടവർ, ബ്രൗൺ സ്റ്റെയർ പോലുള്ള മെറ്റീരിയൽസ് ആണ് അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സോ ആ കുട്ടികളിൽ കുറച്ച് മാറ്റം വരുന്നത്, നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ കണ്ടപ്പോൾ മോണ്ടിസോറിക്ക് തോന്നി എന്തുകൊണ്ട് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് നോർമൽ കുട്ടികൾ നമുക്ക് ട്രെയിൻ ചെയ്യിച്ചുകൂടാ. അപ്പൊ മോണ്ടിസോറി ഏജും കണ്ടെത്തി 3 to 6 years വരെയുള്ള കുട്ടികൾ നമ്മൾ ഇതേപോലെ ട്രെയിൻ ചെയ്യിക്കുകയാണെങ്കിൽ ആ കുട്ടികളിൽ ഒത്തിരി മാറ്റം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും എന്ന് മോണ്ടിസോറി തിരിച്ചറിഞ്ഞു ഈ ഒരു മെത്തേഡിലേക്ക് വന്നത്, ഈ ഒരു മെത്തേഡിലേക്ക് ഡിറൈവ് ചെയ്ത് വന്നത് അങ്ങനെയാണ്. പിന്നീടാണ് മോണ്ടിസോറിയുടെ ഈ ഒരു ആശയങ്ങൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു ഹൗസിംഗ് സൊസൈറ്റി മുന്നോട്ട് വന്നു. അവരുടെ ഹൗസിംഗ് ഏരിയയില് അല്ലെങ്കിൽ ഹൗസിംഗ് സൊസൈറ്റിയുടെ അടുത്ത് കുറച്ച് സ്ലംസ് ഏരിയയിലെ കുട്ടികളുണ്ടായിരുന്നു. അവർക്ക് വേണ്ടിയിട്ട് ഒരു ഡേ കെയർ സെന്റർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് മോണ്ടിസോറിക്ക് റിക്വസ്റ്റ് ചെയ്തു. അതിന്റെ ഭാഗമായിട്ട് മോണ്ടിസോറി അവിടെ ഡേ കെയർ സെന്റർ സ്റ്റാർട്ട് ചെയ്തു. അതാണ് മോണ്ടിസോറിയുടെ ഫസ്റ്റ് എന്താ പറയുക, മോണ്ടിസോറി സ്കൂൾസിന്റെ ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് സാൻ ലറൻസോ എന്ന് പറയുന്ന സ്ഥലത്ത്, ഇറ്റലിയില് സാൻ ലറൻസോയിലാണ് ഈ ഫസ്റ്റ് എന്താ പറയാ മോണ്ടിസോറി സ്കൂളിന്റെ ആ ഒരു സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത്. അതിന്റെ പേര് കാസാ ദി ബാബിനി എന്നാണ്. ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കും, ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞതാണ്. ആദ്യം മെന്റലി റിട്ടൈൻഡ് ചിൽഡ്രൻസിന് വേണ്ടിയിട്ടാണ് ഈ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അവരിൽ കണ്ട ഇംപ്രൂവ്മെന്റിന്റെ ഭാഗമായിട്ടാണ് മോണ്ടിസോറി നോർമൽ കുട്ടികളിൽ ഇതെങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ള ഒരു ഇതിലേക്ക് വന്നത്. ഓക്കെ, ഇനി എന്റെ ലൈഫിൽ നടന്ന സംഭവം ഞാൻ പറഞ്ഞിട്ടില്ല തോന്നുന്നുണ്ട്. പറഞ്ഞു ഞാൻ എന്റെ ഒരു ഫ്രണ്ടിന്റെ കാര്യം ഇല്ലല്ലോ. ഓക്കെ, എന്റെ വീടിന്റെ അടുത്ത് അത്യാവശ്യം നല്ല എന്താ പറയാ, ഞങ്ങളുടെയൊക്കെ വെച്ചാൽ നോർമൽ ഫാമിലിയാണ്, ഒരു മിഡിൽ ക്ലാസ് ഫാമിലി. ഞങ്ങളുടെ വീടിന്റെ അടുത്ത് അപ്പർ ക്ലാസ് ഫാമിലി. അച്ഛൻ ISROയിലാണ്, അമ്മ ടീച്ചറായിരുന്നു, 2 കുട്ടികളായിരുന്നു. ഈ പറയുന്നത് ആദ്യത്തെ കുട്ടിയുടെ കാര്യം പറയണേ. അവൻ ജനിച്ചതിന് ശേഷം ജനിക്കുന്നതിന് മുമ്പേ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവന് എന്താ പറയാ ബ്രെയിനിന്റെ ഗ്രോത്ത്, അതേപോലെ അവരുടെ വളർച്ച സാധാരണ പോലെ അല്ല, കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ട്, അബോർട്ട് ചെയ്യാനായിട്ട് അവരോട് പറഞ്ഞു. പ്രഗ്നൻസിയുടെ സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അവര് എന്ന് വെച്ചാല് അത് കുഴപ്പമില്ല വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അനുഗ്രഹിച്ചു തരുന്നതാണ് നമ്മുടെ മക്കള്, അപ്പൊ അതുകൊണ്ട് അവനെ നശിപ്പിക്കാനായിട്ട് അവർക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ എന്ത് ചെയ്തു, അവര് കൺസീവ് ചെയ്തു, കണ്ടിന്യൂ ചെയ്തു, ഡെലിവറി കഴിഞ്ഞു. ആദ്യമൊന്നും അധികം വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവൻ വളരുന്നതിനനുസരിച്ച് അവന്റെ പ്രശ്നം കൂടുതലായിട്ട് വന്നുകൊണ്ടിരുന്നു. അപ്പോ ആ ടൈമിൽ എന്ന് വെച്ചാൽ ഇവർക്ക് പുറത്തേക്ക് കുട്ടികളെ വിടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഇങ്ങനെ ഒരു കുട്ടിയുണ്ടെന്ന് മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം. ഒരു 20-28 വർഷം മുമ്പ് ഇങ്ങനൊരു കുട്ടി നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അന്ന് അവര് ഒരു ബാധ്യത പോലെയൊക്കെ കണ്ടിരുന്ന, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമാണ് അവനെ, പക്ഷെ മറ്റുള്ളവരുടെ മുമ്പിൽ അവരുടെ സ്റ്റാൻഡേർഡ് ആ ഒരു ഇതൊക്കെ പ്രശ്നമൊക്കെ ആയിരുന്നു. മറ്റുള്ളവരുടെ മുമ്പിലേക്ക് കൊണ്ടുവരാനൊക്കെ എന്തൊക്കെയോ ഒരു കോംപ്ലക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട്
അവൻ അവരുടെ വീട്ടിൽ തന്നെ താമസിപ്പിക്കും, റൂമിൽ തന്നെ കൂട്ടിയിട്ടൊക്കെ ആയിരുന്നു. ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്, ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവന്റെ ഫുൾ കെയർ എടുക്കാൻ വേണ്ടിട്ട് അമ്മ, ഞാൻ പറയില്ല, ടീച്ചറായിരുന്നു. അമ്മ ജോലി റിസൈൻ ചെയ്തിട്ട് അവന്റെ ഫുൾ ടൈം അവന്റെ കൂടെ തന്നെ ടൈം സ്പെൻഡ് ചെയ്തു. അച്ഛൻ വർക്കിന് പോകുന്നു. പിന്നെ ഒരു അനിയൻ കുട്ടി ഉണ്ട്. അനിയൻ കുട്ടീന്ന് വെച്ചാൽ ഞങ്ങളുടെ ഒപ്പം കളിക്കാനൊക്കെ വരും ഉണ്ടാവും. അവന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, അത് സാധാരണ കുട്ടിയാ, അവന് കുഴപ്പമൊന്നുമില്ല. പിന്നീട് ഞങ്ങള് ഇവനെ ഉണ്ടെന്ന് അറിയുന്നത് അവൻ ചില സമയത്ത് ഭയങ്കരമായിട്ട് അലർച്ചയായിരിക്കും. ഞാൻ വീട്ടിൽ ഇങ്ങനെ പഠിക്കുന്ന സമയത്തായാലും വെറുതെ ഇരിക്കുന്ന സമയത്തായാലും TV ഒക്കെ ഓഫ് ചെയ്തിട്ടാണെങ്കിൽ അവന്റെ അലർച്ച നമുക്ക് വീട്ടിലിരുന്നാൽ കേൾക്കാൻ പറ്റും. എന്താ പറയാ, അന്നെന്ന് വെച്ചാൽ എന്റെ വീട് കഴിഞ്ഞാൽ ഒരുപാട് പറമ്പ് കഴിഞ്ഞിട്ടാണ് ഈ കുട്ടിയുടെ വീട് വരുന്നത്. 4 കെട്ടൊക്കെ ആയിട്ടുള്ള വീടാണ്. അപ്പോ അപ്പോ അവിടെ ഇരുന്ന് ഇങ്ങനെ അലർന്നൊക്കെ നമുക്ക് ഒരു ഉച്ച സമയത്ത്, രാത്രി സമയത്തൊക്കെ ഭയങ്കര അലർച്ചയും കാര്യങ്ങളൊക്കെ നമുക്ക് വീട്ടിലിരുന്നാൽ കേൾക്കാൻ പറ്റും. അപ്പോ പിന്നീട് ഞങ്ങൾ വളർന്നു. പിന്നെ കുട്ടിയെ കുറിച്ച് അധികം അറിയുന്നില്ല. പിന്നെ ഞാൻ വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു 6 മാസം മുമ്പായിരുന്നു ഞാൻ എന്റെ വീട്ടിലേക്ക് ഞാൻ വർക്ക് കഴിഞ്ഞ് ക്ലാസ് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകുമ്പോ ഒരു വാൻ വന്ന് നിൽക്കുകയാണ്. അപ്പൊ പഞ്ചായത്തിന്റെ കീഴില് ഇതേപോലെ നമ്മള് മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് സ്കൂൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അറിയോ അത്? എല്ലാ പഞ്ചായത്തിന്റെ ഉണ്ടോന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ ഇവിടെ ഉണ്ട്, ചേന്നമംഗലം പഞ്ചായത്തിന്റെ കീഴിലുണ്ട് ഞങ്ങളുടെ ബഡ്സ് സ്കൂളില്. അപ്പോ ഇവിടെ അപ്പൊ ഈ ഒരു അവൻ വാനിൽ വന്നിറങ്ങുന്നത് പല ഏജിലുള്ള കുട്ടികളെ ഞാൻ കണ്ടതില്ല. ചെറിയ കുട്ടികളുണ്ട്, വലിയ കുട്ടികളുണ്ട്. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഒരു അത്യാവശ്യം ഇവന് ഏജായി, എന്റെ പ്രായം ഉണ്ട് അവന്, ശരിക്കും പറഞ്ഞാൽ എന്റെ വയസ്സാണ്. അപ്പോ അവൻ ബാഗൊക്കെ ഇട്ടിട്ട് യൂണിഫോം ഒക്കെ ഇട്ട് ഗേറ്റ് തുറന്ന് വീടിന്റെ അകത്തോട്ട് പോകുന്നത് ഞാൻ കണ്ടുവിട്ടാ. എനിക്ക് തോന്നി ക്ലാസ്സിൽ പോയി തുടങ്ങിയോ എന്ന് ഞാൻ ആലോചിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ അവന്റെ അച്ഛനെ കണ്ടപ്പോ, അങ്കിളിനെ കണ്ടപ്പോ ഞാൻ ചോദിച്ചു, അവനിപ്പോ എവിടെയെങ്കിലും പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു. ആ മോളെ പഞ്ചായത്തിന്റെ കീഴിൽ എന്തെങ്കിലും സ്കൂൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അവിടെ പോകുന്നുണ്ട്, അവന് ഒരുപാട് മാറ്റമുണ്ട്. അവിടെ അവനെ പഠിപ്പിക്കുന്നത് മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടാണ്. ട്രീറ്റ്മെന്റും കാര്യങ്ങളും ഉണ്ട്. അതേപോലെ തന്നെ അവന് യൂസ് ചെയ്യുന്നത് കുറച്ച് മെറ്റീരിയൽസ് ഒക്കെയാണ്. അപ്പൊ അതുകൊണ്ട് പഠിപ്പിക്കുമ്പോ അവന് കുറെ മാറ്റമുണ്ട്. ആദ്യം അവൻ ബട്ടൺസോ അല്ലെങ്കിൽ ഡ്രസ്സോ ഒന്നും അവൻ ഒറ്റയ്ക്ക് ഇടയിലായിരുന്നു. ഇപ്പൊ അവൻ സ്വയമേ ബട്ടൺസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. അതേപോലെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ എടുത്തെടുത്ത് പറഞ്ഞു. അപ്പൊ ഇതെല്ലാം പറഞ്ഞതിന് ശേഷമാണ് ഞാൻ ചോദിച്ചത് ഏത് മെത്തേഡ് അവിടെ ഫോളോ ചെയ്യുന്നതെന്ന് ചോദിച്ചു. പറഞ്ഞു മോണ്ടിസോറി മെത്തേഡാന്ന് പറഞ്ഞു. എനിക്ക് നമുക്ക് സാധാരണ മോണ്ടിസോറി മെത്തേഡിനോട് പ്രത്യേക ഇഷ്ടമുണ്ടാവും. പക്ഷെ നമ്മളുടെ അടുത്ത റിയൽ സിറ്റുവേഷനിൽ ഇങ്ങനെ ഒരു മാറ്റം ഒരു കുട്ടിക്ക് സംഭവിച്ചെന്ന് പറഞ്ഞാല് അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് ഈ നമ്മുടെ മെത്തേഡിനോട് കുറച്ചും കൂടി ഇഷ്ടം തോന്നി. കാരണം ഇത്രയും നാള് അവന് പുറത്തെവിടെയും പോകുന്നത് പേടിയായിരുന്നു. ആൾക്ക് മറ്റുള്ളവരുടെ അടുത്തേക്ക് വരുമ്പോ ഭയങ്കരമായിട്ട് വയലന്റ് ആകുന്ന ഒരു ക്യാരക്ടറായിരുന്നു. ആ കുട്ടി മാറിയിട്ട് സ്വയം പോകുന്നു, അവന് ക്ലാസ്സിൽ പോകുന്നു, തിരിച്ചു വരുന്നു, ആ എല്ലാ റുട്ടീനും കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ട് പോവുകയാണ്. അപ്പൊ ഈ ഒരു മെത്തേഡ് കൊണ്ട് ഒരു സാധാരണ കുട്ടികളിൽ വരുന്ന മാറ്റം അവിടെ നിൽക്കട്ടെ, മാനസിക വെല്ലുവിളി നേരിടുന്ന ആ കുട്ടിക്ക് വന്ന മാറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാ, നമ്മളുടെ മെത്തേഡിന്റെ ശരിക്കും ഒരു എന്താണ് പ്ലസ് പോയിന്റ് തന്നെയാണ്. അവനിൽ വന്ന മാറ്റം കണ്ടപ്പോ എനിക്ക് ഒരു മെത്തേഡിനോട് പ്രത്യേക ഒരു ഇഷ്ടം കൂടി തോന്നി. അപ്പോ മാനസിക വെല്ലുവിളി നേരിടുന്നവർക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല മെത്തേഡാണ് മോണ്ടിസോറി മെത്തേഡ് എന്ന് പറയുന്നത്. നന്നായിട്ട് നമ്മൾ ട്രെയിൻ ചെയ്ത് അവരെ ആ ഒരു നമുക്ക് ആ ഒരു സെൻസും കാര്യങ്ങളൊക്കെ ട്രെയിൻ ചെയ്യിക്കുന്നതിലൂടെ അവർക്ക് കൂടുതലായിട്ട് സെൻസ് ചെയ്യാൻ പറ്റും. അവരിൽ ഒത്തിരി മാറ്റങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും. നമുക്കിനി മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളെ കുറിച്ച് പഠിക്കാം. ഞാൻ പറഞ്ഞ കാര്യം അതവിടെ നിൽക്കട്ടെ. അതേപോലെ തന്നെ മരിയ മോണ്ടിസോറി ഫസ്റ്റ് മെന്റലി റിട്ടേൺ ചിൽഡ്രൻസിന് വേണ്ടിയിട്ടായിരുന്നു ഈ മെത്തേഡ് മെത്തേഡ് അല്ല മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയത്. അതൊന്ന് മനസ്സിലിരുന്നോളൂ കേട്ടോ. ഓക്കെ, നമുക്ക് നോക്കാനുള്ളത് മെന്റലി റിട്ടേൺ ചിൽഡ്രൻസിനെ കുറിച്ചിട്ടാണ്. നമ്മള് മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും സെയിം ഈക്വൽ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി കൊടുത്താൽ ശരിയാവോ? എല്ലാവർക്കും ഒരേപോലെ നമ്മളിപ്പോ ഒരു ക്ലാസ്സിൽ ലെക്ചർ എടുക്കുമ്പോൾ എല്ലാവർക്കും ഒരേപോലെ അല്ലേ ക്ലാസ് എടുക്കുന്നത്? അതേപോലെ ആണെങ്കിൽ ശരിയാവോ? ഇല്ല. ഇല്ല. കാരണം എന്താണ്, ഓരോരുത്തരുടെ ലെവൽ ഓഫ് തിങ്കിങ്ങും നോളജും കാര്യങ്ങളൊക്കെ എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. സോ ചിലർക്ക് ഒട്ടും നോളജ് ആ ഒരു പവർ ഓഫ് മെമ്മറിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവും. നമ്മൾ ഓരോ ദിവസവും വീണ്ടും അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. നമ്മൾ ഓരോ ദിവസം പുതുതായിട്ട് അവരെ ട്രെയിൻ ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും. നമ്മളെ പറഞ്ഞ കാര്യം തന്നെയായിരിക്കും ഇപ്പൊ നമ്മൾ ട്രെയിൻ ചെയ്യിക്കുന്നത്.
സോ നമുക്ക് ടീച്ചേഴ്സിന് എന്ത് വേണം? നല്ല പേഷ്യൻസ് വേണം. ഇങ്ങനെയുള്ള കുട്ടികൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ നല്ല പേഷ്യൻസ് വേണം നമുക്ക്. അതേപോലെ തന്നെ അവർ നമ്മളെ കാണുന്നത് സെക്കൻഡ് ടീച്ചർ, സെക്കൻഡ് മദർ ആയിട്ടാണ്. അവര് അമ്മ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളെയാണ് മദർ ആയിട്ട് കാണുന്നത്. കാരണം കുട്ടികളെ ആ ഒരു ഏജ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചിലപ്പോ അവർക്ക് ആരോഗ്യം കൊണ്ട് ചിലപ്പോ അവർ വലുതായിട്ടൊക്കെ ഉണ്ടാവും. ഏജ് നല്ല ഏജ് ഒക്കെ നമുക്ക് തോന്നും, ഫീൽ ചെയ്യും. പക്ഷെ അവരുടെ മനസ്സെന്ന് പറയുന്നത് നമ്മളുടെ കുട്ടികളുടെ അതേ മനസ്സാണ്. കാരണം 3 മുതൽ 5 വയസ്സ് 6 വയസ്സ് വരെയുള്ള കുട്ടികളുടെ മനസ്സ്, 3 മുതൽ എന്ന് പറയണ്ട, 3 to 4 ആ വയസ്സുള്ള കുട്ടികളുടെ മെന്റൽ ഡെവലപ്മെന്റ് ആർക്കും ഉണ്ടാവുള്ളൂ. ഈ മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്ക് ഉണ്ടാവുള്ളൂ. അപ്പോ അങ്ങനെയുള്ള കുട്ടികൾ നമ്മൾ ട്രെയിൻ ചെയ്യുമ്പോൾ നല്ല പേഷ്യൻസും കാര്യങ്ങളും ആർക്ക് വേണം? നമുക്ക് ഓൾറെഡി വേണം. പേഷ്യൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അതേപോലുള്ള കുട്ടികളെ ട്രെയിൻ ചെയ്യിക്കാൻ നമുക്ക് പറ്റുള്ളൂ. നമുക്ക് നോക്കാം കേട്ടോ മെന്റലി റിട്ടേൺ ചിൽഡ്രൻസിനെ കുറിച്ചിട്ട്. The education of mentally retained children is a special problem whose solution needed a certain amount of knowledge. മെന്റലി റിട്ടേൺ ചിൽഡ്രൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പെഷ്യൽ പ്രോബ്ലം തന്നെയാണ് അവർക്ക്. അവർക്ക് എന്താണ്? നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ സാധാരണ ഇത്രയും നോളജ് ഉണ്ടെങ്കിൽ അവർക്ക് ക്യാച്ച് ചെയ്യുള്ളൂ. ഇവർക്കാണെങ്കിൽ ഒട്ടും ആ ഒരു നോളജ് ഇല്ല. Many of them are not capable of learning. ചില കുട്ടികൾ ലേൺ ചെയ്യാവുന്ന ഒരു അവസ്ഥയിൽ ആവണമെന്നില്ല. Their memory and the power of determinants is poor. അവരുടെ മെമ്മറി ഭയങ്കര poor ആയിരിക്കും. അതേപോലെ കാര്യങ്ങൾ തിരിച്ചറിയുന്ന കാര്യങ്ങളായാലും അത് poor ആയിരിക്കും. The ability to understand or comprehend is also unusually poor. ഒരു കാര്യം മനസ്സിലാക്കാനുള്ള എബിലിറ്റി അതൊക്കെ അവർക്ക് വളരെ കുറവായിരിക്കും. Their creative growth, നമുക്ക് ഗ്രോത്ത് ഉണ്ടല്ലോ, നമ്മൾ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഗ്രോത്ത് അതും വളരെ കുറവാണ്. കാരണം ഓരോ സെൻസും കാര്യങ്ങളൊന്നും വർക്ക് ചെയ്യുന്നില്ല. അവരുടെ ക്രിയേറ്റീവ് ഡെവലപ്മെന്റ് വെരി ലോ ആയിരിക്കും. Their creative growth remains arrested. അവരുടെ ക്രിയേറ്റീവ് ഗ്രോത്ത് എങ്ങനെയാണ്? അറസ്റ്റഡ് ആയിരിക്കും. The Montessori environment and the materials are of great help for these students. അപ്പൊ നമ്മുടെ മോണ്ടസോറി മെറ്റീരിയൽസും മോണ്ടസോറി എൻവയോൺമെന്റും ഈ കുട്ടികൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. The teacher should deal with these students with good patience. നമുക്ക് ഇങ്ങനെയുള്ള കുട്ടികളെ നല്ല പേഷ്യൻസോട് കൂടി മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ, കൈകാര്യം ചെയ്യാനായിട്ട് പറ്റുള്ളൂ, അല്ലെങ്കിൽ ഡീൽ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ പെട്ടെന്ന് ഷോർട്ട് ടെമ്പർ ആണെങ്കിൽ അവരെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. മേ ബി സ്വയമായിട്ട് ചിലപ്പോൾ ടോയ്ലറ്റ് ഹാബിറ്റ് പോലും അറിയാത്ത കുട്ടികളായിരിക്കും. നമുക്കറിയാതെ ഒരു 3 മുതൽ 4 വയസ്സ് വരെയുള്ള കുട്ടികൾക്കൊന്നും പ്രോപ്പർ ആയിട്ടുള്ള ടോയ്ലറ്റ് ഹാബിറ്റ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവില്ല. അതേ ഒരു ഏജിലാണ് നമുക്ക് ഇവരെയും കിട്ടുന്നത്. അപ്പൊ അതേ ഏജ് എന്ന് പറയുമ്പോൾ ആ കുട്ടികളുടെ ഡെവലപ്മെന്റ് ഇവർക്ക് സംഭവിച്ചിട്ടുള്ളൂ. ചിലപ്പോൾ ശരീരവും കാര്യങ്ങളൊക്കെ വലുതായിരിക്കും, നമ്മൾ കാണുമ്പോൾ വലിയ ആൾക്കാരെയൊക്കെ പോലെ തോന്നുമ്പോൾ അവർക്ക് ഡെവലപ്മെന്റ് പ്രോപ്പർ അല്ല. വെച്ചിട്ടുണ്ടെങ്കിൽ മെന്റൽ ഡെവലപ്മെന്റ് പ്രോപ്പർ അല്ല. സോ നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നുണ്ട് കുട്ടികൾ എന്ന് വെച്ചാൽ നല്ല രീതിയിൽ നമുക്ക് പേഷ്യൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അവർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ഒന്ന് അന്വേഷിക്കണോട്ടെ നിങ്ങളുടെ പഞ്ചായത്തിന് കീഴിൽ ഇതേപോലെ ബഡ്സ് സ്കൂളുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ? മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് സ്കൂളുകൾ ഉണ്ടോ എന്ന് അന്വേഷിച്ചു നോക്കോ? എന്റെ വീടിന്റെ അടുത്ത് അങ്ങനത്തെ ബഡ്സ് സ്കൂൾ ഉണ്ട്. പഞ്ചായത്തിന്റെ കീഴിലാണോ? അതെ, പക്ഷെ എന്റെ ഹസ്ബൻഡിന്റെ വീടിന്റെ ഇവിടെ ഞാൻ നിൽക്കുന്നത്, പക്ഷെ എന്റെ സ്വന്തം വീടിന്റെ അവിടെ ഉണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോ അവിടെ നമുക്ക് ടീച്ചിങ് പ്രാക്ടീസിന് പോവാണെങ്കിൽ നല്ലതായിരിക്കും. കാരണം നമ്മള് അതേപോലുള്ള കുട്ടികളെ ആദ്യം ഹാൻഡിൽ ചെയ്യണമെങ്കിൽ പിന്നെ നമുക്ക് നോർമൽ കുട്ടികളെ ഹാൻഡിൽ ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും. ഓക്കെ, ഇവിടെയുണ്ട് മാം, കാസർഗോഡ് എന്റെ വീട്ടിന്റെ അടുത്ത്. ഓക്കെ, മോൻ ചോദിച്ചു നോക്ക്, ഞാൻ അങ്ങനെ മോണ്ടിസോറി കോഴ്സ് ചെയ്യുന്നുണ്ട്, അതിന് വേണ്ടിയിട്ട് ടീച്ചിങ് പ്രാക്ടീസിന് വന്നോട്ടെ എന്ന് ചോദിച്ചു നോക്കോ? പഞ്ചായത്തിന്റെ കീഴിലല്ലേ? പഞ്ചായത്ത് ഉണ്ട്, സ്കൂളുണ്ട്, പക്ഷെ അത് എനിക്ക് ആരെ നടത്തിക്കുന്നൊന്നും അറിയത്തില്ല. ചിലപ്പോ സെപ്പറേറ്റ് ആയിരിക്കും. ഞങ്ങൾക്ക് ഇവിടെ പഞ്ചായത്തിന്റെ കീഴിലുണ്ട്. നമ്മുടെ സ്ഥാപനം ഇപ്പൊ എന്താ പറയാ, നമ്മുടെ ബ്രാഞ്ച് കുറച്ചുകൂടി പോയാൽ മതി, 200 മീറ്റർ ദൂരത്തില് ബഡ്സ് സ്കൂൾ ഉണ്ട്. പിന്നെ ഇവിടെ മോണ്ടിസോറി സ്കൂൾ ഉണ്ട് കേട്ടോ, മന്നത്താണ്, മന്നത്ത് ഇസ്ലാമിക് സ്കൂള്, അതൊരു മോണ്ടിസോറി സ്കൂളാണ്. പിന്നെ ബഡ്സ് സ്കൂളുകളുണ്ട്, പറമ്പ് പോകുമ്പോൾ ചാവറ ഒരു ഭാഗത്തൊക്കെ ബഡ്സ് സ്കൂളുകൾ കൂടുതലായിട്ടുണ്ട്. അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ട്രെയിനിങ്ങിന് വന്നോട്ടെ എന്ന് ചോദിച്ചു നോക്കോ? ഓക്കെ മാം.
ഓക്കെ, നല്ലതാണത്. അതുകൊണ്ടാണ്. ഇനി ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി, എല്ലാ കുട്ടികൾക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റി വേണ്ട, എഡ്യൂക്കേഷനുള്ള ആ ഒരു കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ മെയിൻ എയിം എന്താണ്? നമ്മൾ എല്ലാവർക്കും ഇതേപോലെ ഓരോ വെല്ലുവിളികൾ നേരിടുന്നവർക്ക് എന്ത് ചെയ്യണം? ഈക്വൽ ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യണം. A group of mentally retained children may different in their subsequent age. അവരുടെ ഏജ് വെച്ച് നോക്കുകയാണെങ്കിൽ അവർക്കൊക്കെ ഡിഫറെന്റ് ഏജ് ആയിരിക്കും. ചിലർ ചെറിയ കുട്ടികളുണ്ടാവും, ചിലർ വലിയ കുട്ടികളുണ്ടാവും. ഞാൻ പറഞ്ഞ കുട്ടിക്ക് എന്റെ പ്രായമാണ്, 28 വയസ്സാണ് അവന്. അപ്പോ ഡിഫറെന്റ് ഏജ് ആയിരിക്കും അവർക്ക് വരുന്നത്. സം ഓഫ് ദം ആർ ഓൾഡർ ദാൻ അതേഴ്സ്. ചിലപ്പോ മുതിർന്ന കുട്ടികളായിരിക്കും, ഒരാളിൽ നിന്ന് മറ്റൊരാൾ ഭയങ്കരമായിട്ട് ഏജ്ഡ് ആയിരിക്കും, ഡിഫറെന്റ് ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരായിരിക്കും. ബട്ട് ദേ ആർ ഗ്രൂപ്പ് ടുഗദർ so as to avail equal opportunity for education and treatment. ഇതിനു വേണ്ടിയിട്ട് അവരെ ഈ ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നത്, ഒരുമിച്ച് കൊണ്ടുവന്നിരിക്കുന്നത് അതാണ് കേട്ടോ. ഒരുമിച്ച് ഗ്രൂപ്പ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാനല്ല, ഒരുമിച്ച് അവരെല്ലാവരും കൂടെ ഒരുമിച്ച് കൊണ്ടുവന്നിരിക്കുന്നത് അവർക്ക് ആ ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അവർ ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി, പഠിക്കാനായിട്ട് കാര്യങ്ങൾ, എഡ്യൂക്കേഷൻ ആവട്ടെ, ട്രീറ്റ്മെന്റും വേണം. മെന്റലി റിട്ടേൺഡ് ചിൽഡ്രൻസിന്റെ പ്രത്യേകത വെച്ചാൽ അവർക്ക് എഡ്യൂക്കേഷൻ പ്ലസ് ട്രീറ്റ്മെന്റ് ആണ്. നമ്മൾ അവിടെ പോകുന്നതെന്ന് വെച്ചാൽ നമ്മള് കാര്യങ്ങളൊക്കെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ വരുന്നത്, അതുപോലെ വീക്ക്ലി സെഷൻ ആയിട്ട് ട്രീറ്റ്മെന്റ് അവിടെ നമ്മുടെ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് തന്നെ പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. ഞാൻ ഫ്രണ്ടിന്റെ കാര്യം പറഞ്ഞില്ലേ, അവൻ ആദ്യം നല്ല രീതിയിൽ നല്ല ഹൈ ഡോസേജും കാര്യങ്ങളൊക്കെ ആയിരുന്നു മെഡിസിന്റെ കാര്യങ്ങള്. ഇപ്പൊ അവന് നോർമൽ ആണ്, എന്നിട്ട് പോലും അവൻ കൺട്രോൾഡ് ആണ്. പണ്ട് എന്ന് വെച്ചാൽ ഭയങ്കര ഹൈ ഡോസേജ് കൊടുത്തിട്ട് പോലും അവരെ കൺട്രോൾ ചെയ്യാനായിട്ട് പാരന്റ്സിനെ കൊണ്ട് ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് പറഞ്ഞതാണ്, ഭയങ്കരമായിട്ട് മരുന്നിന്റെ കാര്യങ്ങളും ഡോസേജും ഒക്കെ കുറച്ചിട്ടുണ്ട് പോലെ. പക്ഷെ അവൻ നമ്മള് വിചാരിക്കുന്ന പോലെ അല്ല, അവൻ ഒരുപാട് മാറ്റിണ്ടെന്നാ പറഞ്ഞത്. ഭയങ്കര സന്തോഷമുള്ളത് അമ്മ വായിച്ചെടുക്കാൻ പറ്റിയത്. കാരണം അത്രയും നാള് എന്താ പറയാ, അവര് മരിച്ചുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും എന്ന് വിഷമിച്ചിരുന്ന ആളാണ്. ഇപ്പൊ കണ്ടാൽ അങ്ങനെ പറയാം, അവന്റെ കാര്യം ആലോചിച്ചിട്ട് ഭയങ്കര വിഷമമാണ്. കാരണം ഞങ്ങളില്ലെങ്കിൽ പിന്നെ അവൻ എന്ത് ചെയ്യും എന്നൊക്കെ വിചാരിച്ച് ടെൻഷൻ അടിച്ച ഒരാളുടെ മുഖത്തു നിന്നാണ് അവനെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ അവരിൽ ഒരുപാട് മാറ്റം ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് സന്തോഷം അവരുടെ അച്ഛന്റെ മുഖത്ത് നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. They are grow up physically, maybe ഫിസിക്കലി ഗ്രോ അപ്പ് ചെയ്തിട്ടുണ്ടാവും. Their mental age is very low. പക്ഷെ അവരുടെ മാനസിന്റെ ഏജ് അല്ലെങ്കിൽ മെന്റൽ ഏജ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും, ഭയങ്കരമായിട്ട് ലോ ആയിരിക്കും. സോ നമ്മൾ അവർക്ക് വേണ്ട സ്യൂട്ടബിൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളും കൊടുക്കണം. എല്ലാവർക്കും എല്ലാ ആക്ടിവിറ്റീസും ചെയ്യാനായിട്ട് പറ്റണമെന്നില്ല. അപ്പൊ നമ്മൾ ഓരോരുത്തരുടെയും ഡെവലപ്മെന്റ് അനുസരിച്ച്, ഓരോരുത്തരുടെയും എന്താ പറയാ IQ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അവർക്ക് അനുസരിച്ചിട്ടുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളും കൊടുക്കണം. അപ്രോപ്രിയേറ്റ് ആക്ടിവിറ്റീസ്. The mentally retained children should be given suitable and proper physical and mental activity so that they may frequently get opportunity to be active and vigilant. So mentally retained ആയിട്ടുള്ള കുട്ടികൾക്ക് അവർക്ക് suitable ആയിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള ഫിസിക്കൽ ആൻഡ് മെന്റൽ ആക്ടിവിറ്റീസ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. അതുവഴി അവർക്ക് ആ ഒരു ഈക്വൽ ഓപ്പർച്യൂണിറ്റീസും അവർ കുറച്ചുകൂടി ആക്റ്റീവും വിജിലന്റ് ഒക്കെ ആവാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ദെൻ നമ്മൾ നോക്കുന്നത് സ്പെഷ്യൽ ക്ലിനിക് ആണ്. നമ്മൾ മെന്റലി റിട്ടേൺ ചിൽഡ്രൻസിന്റെ കേസിൽ നമ്മൾ ട്രീറ്റ്മെന്റും കൂടി വേണം. എഡ്യൂക്കേഷൻ നമ്മൾ ട്രെയിനിങ്ങും കാര്യങ്ങളും മാത്രമല്ല, അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റും കൂടി നമ്മൾ എന്ത് ചെയ്യണം, പ്രോപ്പർ ആയിട്ട് ഫോളോ ചെയ്യണം. സ്പെഷ്യൽ ക്ലിനിക്. As these children need not only cognitive support but also medical treatment. ഈ കുട്ടികൾക്ക് പറഞ്ഞാൽ കോഗ്നിറ്റീവ് സപ്പോർട്ട് മാത്രമല്ല, മെഡിക്കൽ ട്രീറ്റ്മെന്റും കൂടി പ്രോപ്പർ ആയിട്ട് പ്രൊവൈഡ് ചെയ്യണം. പീരിയോഡിക് സ്പെഷ്യൽ ക്ലിനിക് മേ ബി ഓർഗനൈസ്ഡ്. നമ്മൾ പീരിയോഡിക് സ്പെഷ്യൽ ക്ലിനിക്കും കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്യണം. ഫീലിംഗ് ഓഫ് ബീങ് അവോയ്ഡ്. നമ്മള് ഇനി അടുത്ത പോയിന്റാണ് ഫീലിംഗ് ഓഫ് ബീങ് അവോയ്ഡ്. നമ്മൾ സമൂഹത്തിൽ നിന്ന് അവരെ മാറ്റി നിർത്തല്ല വേണ്ടത്. ഇപ്പൊ സപ്പോസ് കുട്ടികള് മെന്റലി റിട്ടേൺഡ് ആയിട്ടുള്ള കുട്ടി നോർമൽ സ്കൂളിലാണെങ്കിൽ മേ ബി അവരെ ഫോൾ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അവരെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ കോമാളി അങ്ങനെയൊക്കെ ആക്കാനൊക്കെ ആൾക്കാർക്ക് ഭയങ്കര താല്പര്യമായിരിക്കും അല്ലെ. ഞാൻ പഠിച്ചത് ഒരു ഗവൺമെന്റ് സ്കൂളാണ്. അവിടെ ഇതേപോലത്തെ കുട്ടികള് ഉണ്ടായിരുന്നു കേട്ടോ. എന്നുവെച്ചാല് മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി ചില എന്താ പറയാ ഫിസിക്കലി ഡിസബിലിറ്റീസ് ഒക്കെ ഉള്ള കുട്ടികളായിട്ട്, എസ്പെഷ്യലി ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികള്, അങ്ങനെ കുറച്ച് പ്രശ്നങ്ങള്, പഠന വൈകല്യങ്ങളുള്ള കുട്ടികളൊക്കെ വേണ്ടിയിട്ട് ഒരു ക്ലാസ് റൂം, ഒരു സെഷൻ തന്നെ ടീച്ചർ ഉണ്ടായിരുന്നു അവർക്ക് വേണ്ടിയിട്ട്.
പിന്നെ അപ്പൊ ഇതില് ഞാൻ പറഞ്ഞില്ലേ ഒരു മെന്റലി റിട്ടൈൻഡ് ആയിട്ടുള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നു. എന്നെക്കാളും സീനിയർ ആണ്. ഞങ്ങൾക്ക് അരുൺ ചേട്ടൻ എന്നാ പറയുന്നത്. അപ്പൊ ആ ചേട്ടൻ ക്ലാസ്സില് എന്താ പറയാ ക്ലാസ്സിൽ എടുക്കുന്ന സമയത്തൊക്കെ പുറത്തൊക്കെ ഇങ്ങനെ ആലോചിച്ചൊക്കെ നടക്കും. ഞങ്ങൾക്ക് വേറെ പ്രശ്നമോ ചേട്ടനെ കൊണ്ട് ഇതുവരെ ഒരു ഉപദ്രവമോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ബട്ട് കുറെ ചേട്ടന്മാര് ഞാനൊക്കെ ഒരു 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ അവിടെ +2 വരെയുള്ള ചേട്ടന്മാരുണ്ട്, +2 വരെയുള്ള കുട്ടികളുണ്ട്. അപ്പൊ ആ ചേട്ടന്മാരെന്ന് വെച്ചാൽ ചിലവര് ഈ എന്താ പറയാ ഈ പ്ലാസ്റ്റിക്കിന്റെ കുപ്പിയൊക്കെ കിട്ടിയിട്ട് വരും ചേട്ടന്റെ ബാക്കിലൊക്കെ കിട്ടി പിന്നെ വെറുതെ അതിന്റെ പുറകെ ഓടിക്കുകയൊക്കെ ചെയ്യും. പിള്ളേരും അത് ഭയങ്കരമായിട്ട് കളിയാക്കും, അങ്ങനെ ചിലർ ഉപദ്രവിക്കും, അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ആ ശ്രദ്ധപ്പെടുകയാണെങ്കിൽ ടീച്ചറോട് പറഞ്ഞു കൊടുക്കുക ചെയ്യാം. അപ്പൊ നമ്മള് നോർമൽ സ്കൂളിലാണ് ഇതിനുള്ള കുട്ടികള് നമ്മൾ എഡ്യൂക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ അവിടെ ഉള്ള എന്താ പറയാ മറ്റു കുട്ടികൾക്ക് ഇവരെ ഫോൾ ചെയ്യാനായിട്ട് തമാശ കാണിക്കാനും അങ്ങനെയൊക്കെയുള്ള ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത് ശരിക്കും നമ്മൾ വിചാരിക്കും കുട്ടിക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുമ്പോൾ കുറച്ചുകൂടി സോഷ്യലബിൾ ആകുമ്പോൾ അവർക്ക് ഡെവലപ്മെന്റ് ആവും എന്ന് വിചാരിക്കും. പക്ഷെ അതവരെ മാനസികമായിട്ട് വീണ്ടും തളർത്തുകയാണ് ചെയ്യുന്നത്. കുറച്ചും കൂടി മാനസികമായിട്ട് ഇതിനെ തളർത്താണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ചേട്ടന് ചിപ്സും കാര്യങ്ങളും വാങ്ങിച്ചു കൊടുക്കുന്ന ചേട്ടന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ചോക്ലേറ്റ് വാങ്ങിച്ചു കൊടുക്കും എന്നുവെച്ചാല് വരും ചേട്ടനോട് നല്ല കെയറോട് കൂടി ട്രീറ്റ് ചെയ്യുന്ന കുട്ടികളും ഉണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്ന ടൈപ്പ് കുട്ടികളും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോ ഈ ഫോളൊക്കെ ചെയ്യുന്ന ആൾക്കാരെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല എന്താ പറയാ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള അത്യാവശ്യം ഭയങ്കര സീരിയസ് ഒക്കെ ആയിട്ടുള്ള ആൾക്കാരാണ്. പെട്ടെന്ന് പോയി എതിർക്കാനൊന്നും പറ്റില്ല. ഞങ്ങൾ ടീച്ചേഴ്സിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കും, ടീച്ചേഴ്സ് അവരെ ഹാൻഡിൽ ചെയ്തോളും. പക്ഷെ നമുക്ക് പോയിട്ട് നേരിട്ട് ചെന്ന് പറയാനൊന്നും പറ്റില്ല. അതേപോലെ സ്നേഹം കാണിക്കുന്നവരുണ്ട്. അപ്പോ അവർക്ക് വേണ്ടത് ഫീലിംഗ് ഓഫ് ബീങ് അവോയ്ഡ്, അവരെ മാറ്റി നിർത്തുക അങ്ങനെയല്ല വേണ്ടത്. അവർ ഒരുമിച്ച് നിർത്തിക്കൊണ്ട് തന്നെ നോർമൽ സ്കൂളിലാണെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം വരും, ബീങ് അവോയ്ഡ് എന്നുള്ള ഫീൽ വരാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ സ്പെഷ്യൽ കെയർ കൊടുക്കേണ്ട കുട്ടികൾ, അപ്പൊ കൂടുതലായിട്ട് സ്പെഷ്യൽ കെയർ കൊടുക്കുന്നതിലൂടെ അവരിൽ മാറ്റം വരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ആസ് ദേ എഡ്യൂക്കേറ്റഡ് ഇൻ നോർമൽ സ്കൂൾ എൻവയോൺമെന്റ്, സപ്പോസ് നോർമൽ സ്കൂൾ എൻവയോൺമെന്റിലാണ് അവർക്ക് എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നതെങ്കിൽ ചിൽഡ്രൻസ് ഹാവ് ദ ടെൻഡൻസി ടു ഫോൾ ദം, മറ്റു കുട്ടികൾക്ക് അവരെ ഫോളോ ചെയ്യാനുള്ള ടെൻഡൻസി കാര്യങ്ങളുണ്ടാവും. ഓർ ലവ് അറ്റ് ദം, എന്ന് വെച്ചാൽ അവരെ തമാശ കാണിക്കുക അങ്ങനെയൊക്കെയുള്ള ഒരു ചാൻസ് ഉണ്ട്. ടീച്ചർ ഷുഡ് സീ ടു ദിസ്, ടീച്ചേഴ്സ് ഇത് കാണുകയാണെങ്കിൽ ആൻഡ് അവോയ്ഡ് എനി സച്ച് അറ്റംപ്റ്റ്, ഇങ്ങനൊരു സിറ്റുവേഷൻ നമ്മളുടെ ശ്രദ്ധയിൽ വരാണെങ്കിൽ നമ്മൾ ആ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മളത് മാക്സിമം അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഇറ്റ് വിൽ സൈക്കോളജിക്കലി അഫക്ട് സം അഡ്വേഴ്സറി. ഇത് മെയിൻ ആയിട്ട് എന്ത് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, സൈക്കോളജിക്കലി എന്ത് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, കുട്ടിയുടെ മാനസിക എന്താ പറയാ മനസ്സിനെ നല്ല രീതിയിൽ അഫക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കാം. മേ ബി നമ്മൾ എങ്ങനെയുള്ള കുട്ടികളെ ആണ് ഇനി ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഏത് ടൈപ്പ് കുട്ടിയാണെങ്കിലും നല്ല കെയറോട് കൂടി നല്ല സ്നേഹത്തോടു കൂടി തന്നെ നമ്മൾ അവരെ എന്ത് ചെയ്യണം, ട്രീറ്റ് ചെയ്യണം. ദെൻ മെന്റലി റിട്ടേൺ ചിൽഡ്രൻസിന്റെ കേസിൽ നമുക്ക് കൂടുതലായിട്ട് ഗുഡ് പേഷ്യൻസ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ അവരെ ഡീൽ ചെയ്യാൻ പറ്റും. ഏത് മെറ്റീരിയൽസ് ആൻഡ് എൻവയോൺമെന്റ് ആണ് മെന്റലി റിട്ടേൺ ചിൽഡ്രൻസിനെ കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്? ചോദ്യാണ്. ആരില്ല ഇവിടെ? ക്ലാസ് ഓൺ ചെയ്തിട്ട് ഏത് മെറ്റീരിയൽസും എൻവയോൺമെന്റും ആണ് കുട്ടികളെ കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്? ഏതാ? Okay. Then welfare service for normal children. നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് കോമ്പൻസേറ്ററി എഡ്യൂക്കേഷനെ കുറിച്ചിട്ടൊക്കെയാണ്. ഓൾസോ സ്പെഷ്യൽ കെയർ is to be given to the underperforming and disabled children. Compensatory education program are to be imagined for them. അപ്പൊ നമ്മൾ സ്പെഷ്യൽ കെയറും കാര്യങ്ങളൊക്കെ ഈ അണ്ടർ പെർഫോമിംഗ് ആയിട്ടുള്ള സ്പെഷ്യലി ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ പ്രോഗ്രാംസും കാര്യങ്ങളും ഇമാജിൻ ചെയ്തിരിക്കുന്നത്. നോർമൽ ചിൽഡ്രൻസ് ടു റിക്വയർ സ്പെഷ്യൽ കെയർ ഫോർ ദ ഡെവലപ്മെന്റ്. നോർമൽ ചിൽഡ്രൻസിനും ഇതേ
കെയറും അവരുടെ ഡെവലപ്മെന്റിന്റെ കേസിൽ സ്പെഷ്യൽ കെയറും കാര്യങ്ങളൊക്കെ വേണം. ഇൻ മോണ്ടിസോറി എഡ്യൂക്കേഷൻ ദിസ് ഈസ് ഫുൾഫിൽഡ് ത്രൂ ഇൻഡിവിജ്വൽ അറ്റൻഷൻ. അപ്പൊ ഈ മോണ്ടിസോറി എഡ്യൂക്കേഷൻ എങ്ങനെയാണ് ഫുൾഫിൽ ചെയ്യുന്നത്? നമ്മൾ ഇൻഡിവിജ്വൽ അറ്റൻഷനിലൂടെയാണ് മോണ്ടിസോറി എഡ്യൂക്കേഷൻ. അതിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഒരു കാര്യം നോർമൽ കുട്ടികൾക്ക് കൊടുക്കേണ്ട കെയറും കാര്യങ്ങളും നമുക്ക് ഫുൾഫിൽ ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ഇവിടെ ഒരുമിച്ച് എല്ലാവരും ഒരുമിച്ച് ഒരു ഗ്രൂപ്പിലാണ് ട്രെയിൻ ചെയ്യിക്കുന്നെങ്കിൽ ഓരോ കുട്ടികളെയുമാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഓരോ ഇൻഡിവിജ്വൽസിനും അറ്റൻഷൻ കൊടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ട്രെയിൻ ചെയ്യിക്കുന്നത് കേട്ടോ. സോ ഈ മെന്റലി റിട്ടൈൻ ചിൽഡ്രൻസ് ഒന്ന് വായിച്ചു നോക്കിയേ. എല്ലാവരും റീഡ് ചെയ്ത് നോക്കിയോ? ഓക്കെ. ഇനി പാർട്ട് 1 ലാസ്റ്റ് ചാപ്റ്റർ ആയിരുന്നു ഇത്, ചൈൽഡ് വെൽഫെയർ എന്ന് പറയുന്ന ചാപ്റ്റർ അല്ലേ? അപ്പോ അതിൽ ഏതെങ്കിലും ചാപ്റ്റേഴ്സ് മിസ്സിംഗ് എടുക്കാത്തതുണ്ടോ ടീച്ചേഴ്സ്? ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ എന്ന് പറയുന്ന പാർട്ടില് ഏതെങ്കിലും യൂണിറ്റ് 6 യൂണിറ്റ് 6 മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ ടീച്ചറാണ് എടുക്കാറ്. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് പാർട്ട് 4ലേക്ക് പോവാണ്, ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത്. നമ്മുടെ പാർട്ട് 2 ആണ്. പാർട്ട് 2ന്റെ പേര് ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് സൈക്കോളജി എന്നാണ്. പാർട്ട് ഫസ്റ്റ് 5 ചാപ്റ്റേഴ്സ് ഡെവലപ്മെന്റിനെ കുറിച്ചിട്ടാണ്. ബാക്കിയുള്ള 5 ചാപ്റ്റേഴ്സ് സൈക്കോളജി എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് ഡീൽ ചെയ്യുന്നത്. ഫസ്റ്റ് 5 ചാപ്റ്റേഴ്സിൽ നമ്മള് ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റിനെ കുറിച്ചാണ് പറയുന്നത്. കുട്ടിയുടെ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ ഫിസിക്കൽ ഡെവലപ്മെന്റ് വരും, മോട്ടോർ ഡെവലപ്മെന്റ് വരും, സോഷ്യൽ ഡെവലപ്മെന്റ് വരും, ഇമോഷണൽ ഡെവലപ്മെന്റ്, ലാംഗ്വേജ് ഡെവലപ്മെന്റ്, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. സോ ഓവറോൾ ഡെവലപ്മെന്റിനെ കുറിച്ചിട്ട് നമ്മൾ ഫസ്റ്റ് ആ ഒരു 5 ചാപ്റ്റേഴ്സ് കൊണ്ട് പഠിക്കും. നെക്സ്റ്റ് സൈക്കോളജി എന്ന് പറയുന്ന പോർഷൻ. ഏതെങ്കിലും ടീച്ചേഴ്സ് സ്റ്റാർട്ട് ചെയ്തോ പോർഷൻസ്? ഇല്ല. ഇല്ല. ഓക്കെ. നിങ്ങൾക്ക് അശ്വതി മിസ് എടുക്കുന്നില്ലേ? ഓക്കെ. അശ്വതി മാം ഏതാ പോർഷൻ എടുത്തോണ്ടിരിക്കുന്നത്? ഹെൽത്ത് കെയർ 7th. ഓ, ഇമ്മ്യൂണൈസേഷൻ ചാപ്റ്റർ അല്ലേ? ഓക്കെ. അപ്പോ നമ്മൾ യൂണിറ്റ് 1 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത് എന്നാണ് ചാപ്റ്ററിന്റെ പേര് കേട്ടോ. എന്താണ്? ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത്. പേജ് നമ്പർ 35 ആണ് കേട്ടോ. പേജ് നമ്പർ 35. സോ ഈ ഡെവലപ്മെന്റ് ഗ്രോത്ത് സെയിം ആണോ?
ആണോ? ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത് എന്ന് പറയുന്നത് സെയിം ആണോ? അല്ല, മാറ്റമുണ്ടല്ലേ. നമുക്ക് ആദ്യം തന്നെ എന്താണ് ഡെവലപ്മെന്റ്, എന്താണ് ഗ്രോത്ത് എന്നുള്ളതാണ് നോക്കുന്നത്. ടെസ്റ്റിലത്തെ പോർഷൻസ് അല്ല ഞാൻ റീഡ് ചെയ്യുന്നത്, ഞാൻ കുറച്ച് നോട്ട്സും കാര്യങ്ങളാണ്. ജസ്റ്റ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, അപ്പോ educational program should be framed on the base of growth and development of the child. നമുക്കറിയാം എഡ്യൂക്കേഷൻ പ്രോഗ്രാംസും കാര്യങ്ങളും ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് കുട്ടികളുടെ ഗ്രോത്തിനും ഡെവലപ്മെന്റും അനുസരിച്ചിട്ടാണ്. ഇന്ത്യൻ ഏജിൽ നമ്മൾ എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്യണം. എത്ര വയസ്സിലാണ് കുട്ടികൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് പ്ലേസ്ഡ് ആവുന്നത്? 6. ഓക്കെ, 6 years. അപ്പോഴേക്കുമാണ് കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെന്റും കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആകുന്നത്. അപ്പം ആ ഒരു ഏജ് മുതലാണ് കുട്ടികളുടെ ഡെവലപ്മെന്റ്, ബാക്കിയുള്ള ഡെവലപ്മെന്റിനൊക്കെ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നമ്മള് ഗ്രോത്ത് എന്ന് പറയുന്നത് വളർച്ച എന്നുള്ള മീനിങ് ആണ്. ഫിസിക്കൽ ഡെവലപ്മെന്റ് മാത്രമാണ് ഗ്രോത്തിൽ വരുന്നത്. നമ്മുടെ ഹൈറ്റ് കൂടുന്നു, വെയിറ്റ് കൂടുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഫിസിക്കൽ. നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. നമുക്ക് ഓരോ കാര്യങ്ങളും എന്ത് ചെയ്യാൻ പറ്റും? മെഷർ ചെയ്യാൻ പറ്റും. ഹൈറ്റ് കൂടി, വെയിറ്റ് കൂടി മെഷർ ചെയ്യാൻ പറ്റില്ലേ? മെഷർമെന്റ് ഉണ്ട് കറക്റ്റ്. ഡെവലപ്മെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വികാസമാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വികാസം എന്ന് വെച്ചാൽ മെച്യൂരിറ്റി എന്നും കൂടി ഒരു പേരുണ്ട് ഡെവലപ്മെന്റിന്. മെച്യൂരിറ്റി. ഓക്കെ, അപ്പോ നമുക്കത് പറയാൻ പറ്റുമോ? അളക്കാൻ പറ്റും മെച്യൂരിറ്റി. ഒരു വ്യക്തി മെച്യൂർഡ് ആണ്, മെച്യൂർഡ് അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. അളക്കാൻ പറ്റുമോ? നമുക്കത് മെഷർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മളിങ്ങനെ പറയുമോ അല്ലെ, ചില കുട്ടികളെ കാണുമ്പോ അവന് ഏജിനേക്കാൾ കൂടുതൽ മെച്യൂർഡ് ആണ്, അവന്റെ ഏജിനേക്കാൾ കൂടുതൽ മെച്യൂരിറ്റി അവൻ കാണിക്കുന്നുണ്ട്, അങ്ങനെ നമ്മൾ പറയാറുണ്ട് അല്ലെ? അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടാവും അല്ലെ. ഇപ്പൊ അവന്റെ ഏജിനേക്കാളും കൂടുതലുള്ള മെച്യൂരിറ്റി അവർക്കുണ്ട്. വേറൊരു എക്സാമ്പിൾ കൂടി പറയാം. പെൺകുട്ടികൾക്കാണോ ആൺകുട്ടികൾക്കാണോ മെച്യൂരിറ്റി ഫസ്റ്റ് വരുന്നത്? മെച്യൂർഡ് ആരായിരിക്കും? ഒരു 18 വയസ്സുള്ള പെൺകുട്ടി ആയിരിക്കും, 18 വയസ്സുള്ള ആൺകുട്ടി ആയിരിക്കും മെച്യൂർഡ്? പെൺകുട്ടി. അതിന്റെ ബേസിൽ തന്നെയാണ് വിവാഹപ്രായം സ്ത്രീകൾക്ക് 18 വയസ്സും പുരുഷന്മാർക്ക് 21 വയസ്സും എന്ന് ഫിക്സ് ചെയ്യുന്നത്. കാരണം പെൺകുട്ടികൾ കുറച്ചും കൂടി മെച്യൂർഡ് ആണ്. ദെൻ ഗ്രോത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയമെൻഷണൽ ആർഗ്യുമെന്റേഷൻ ആണ്. നമ്മുടെ സെൽസിൽ, നമ്മളുടെ ബോഡിയിലെ സെൽസും കാര്യങ്ങളും മൾട്ടിപ്ലിക്കേഷനിലൂടെ ആ വരുന്ന ചേഞ്ചസിനുള്ള ക്വാണ്ടിറ്റേറ്റീവ് ചേഞ്ചസ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ചേഞ്ചസിനെയാണ് ഗ്രോത്ത് എന്ന് പറയുന്നത്. ചേഞ്ചസ് ഇൻ സൈസ്, വെയിറ്റ്, ഹൈറ്റ് ഒക്കെ എന്താണ് ഗ്രോത്തിന്റെ തന്നെ കാര്യമാണ്. നമ്പേഴ്സ്, ഏജ് കൂടുന്നത് നമുക്ക് എന്താണ് ഗ്രോത്തിന്റെ ഭാഗമായിട്ട് പറയാം. ഗ്രോത്ത് ഈസ് എ ക്വാണ്ടിറ്റേറ്റീവ് ഇൻ നേച്ചർ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗ്രോത്ത് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് പറ്റും. ക്വാണ്ടിറ്റി എന്ന് വെച്ചാൽ മെഷറബിൾ ആണ് ഗ്രോത്ത്. നോട്ട് എ കണ്ടിന്യൂസ് പ്രോസസ്. നമ്മൾ കണ്ടിന്യൂസ് പ്രോസസ് ആണോ? നിങ്ങൾക്ക് ഒരു 19 വയസ്സിലുള്ള ഹൈറ്റ് എത്രയാണെന്ന് ഓർമ്മയുണ്ടോ? 19 വയസ്സിൽ നമ്മുടെ ഹൈറ്റ് എത്രയാണെന്നുള്ള ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. അത് തന്നെയാണ് ഇപ്പോഴത്തെ ഹൈറ്റും. ഇപ്പോഴത്തെ ഹൈറ്റും സെയിം തന്നെ അല്ലേ? അതെ. എന്നെ അതെ, എനിക്ക് 19 വയസ്സില്ല, ഞാൻ PSC ബ്യൂട്ടോൺ ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് ഒരു 19 വയസ്സൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ ഹൈറ്റും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഫിക്സ് ആയിട്ടുണ്ടാവും. ആ ഹൈറ്റിനൊക്കെ മെച്യൂരിറ്റി എത്തിയിട്ടുണ്ടാവും. അപ്പൊ ആ ടൈമിലുള്ള ഹൈറ്റ് തന്നെയായിരിക്കും നമുക്ക് ഇപ്പോഴും ഉള്ളത്. ഞാൻ 152 ആയിരുന്നു 90 ഇയേഴ്സിൽ എന്റെ ഹൈറ്റ്. ഇപ്പോഴും 152 തന്നെയാണ്, കൂടിയിട്ടൊന്നുമില്ല കേട്ടോ. അപ്പൊ ഇനി മിക്ക മെയിനായിട്ട് ഞാൻ എപ്പോഴാണ് നോക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ PSCക്ക് രജിസ്റ്റർ ചെയ്യാൻ പോയപ്പോ നോക്കിയതാണ് 152 ആണ് കറക്റ്റ് ഒരു ഹൈറ്റ്. പിന്നീട് കണ്ടിന്യൂസ്ലി എനിക്ക് ആ 152 എന്ന് പറയുന്ന ഹൈറ്റ് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. കാരണം ആ ഹൈറ്റിൽ വേറെ വ്യത്യാസം വരില്ല. അതേപോലെ നമ്മുടെ ചപ്പലിന്റെ സൈസ് ഇല്ലേ, പാദങ്ങളുടെ സൈസ്, അതും മാറിയിട്ടുണ്ടാവില്ല. നിങ്ങൾ അപ്പൊ ഏത് സൈസിലായിരുന്നോ ചപ്പൽസ് വാങ്ങിച്ചത് അതേ സൈസിൽ തന്നെയാണ് ഇപ്പോഴും വാങ്ങിക്കുന്നത്. സോ ആ ഒരു വ്യത്യാസം നമുക്ക് വരില്ല. അപ്പൊ ഗ്രോത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഏജ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താവും? അതവിടെ സീസ്ഡ് ആവാണ്. ദെൻ ഇറ്റ് ഈസ് എ സ്ട്രക്ചറൽ ഇൻ നേച്ചർ. ഘടനാപരമായിട്ട് നമുക്ക് മാറ്റങ്ങൾ വരുന്നതിനെയാണ് ഗ്രോത്ത് എന്ന് പറയുന്നത്.
സമയത്താണ് ഘടനാപരമായിട്ട് നമുക്ക് വരുന്ന മാറ്റങ്ങളെയാണ് ഗ്രോത്ത് എന്ന് പറയുന്നത്. Growth refers to changes in a particular aspect of the body due to സെൽ മൾട്ടിപ്ലിക്കേഷൻ. നമ്മുടെ ബോഡിയിൽ വരുന്ന മാറ്റങ്ങൾ, നമുക്ക് ഹൈറ്റ് കൂടുന്നു, വെയിറ്റ് കൂടുന്നു, മേ ബി നമ്മളുടെ സെൽസിന്റെ മൾട്ടിപ്ലിക്കേഷൻ കാരണം നമുക്ക് വരുന്ന മാറ്റങ്ങളെയാണ് ഗ്രോത്ത് എന്ന് പറയുന്നത്. ഇത് സ്റ്റോപ്പ് വിത്ത് ദ അറ്റൈൻമെന്റ് ഓഫ് മെച്യൂരിറ്റി. നമുക്ക് മെച്യൂരിറ്റിക്ക് എത്തുമ്പോൾ നമ്മൾ അതിന്റെ സ്റ്റോപ്പ് ആവാണ്. മെച്യൂരിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഉദ്ദേശിക്കുന്നത് 18 വയസ്സൊക്കെ ആവുമ്പോഴേക്കും ഈ ഗ്രോത്തും കാര്യങ്ങളൊക്കെ സ്റ്റോപ്പ് ആവാണ്. ഓക്കെ, ഇനി ഡെവലപ്മെന്റിലേക്ക് വരാണെങ്കിൽ it involves of series of progressive and orderly meaningful changes leading to the goal of maturity. നമ്മൾ ആ മെച്യൂരിറ്റിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് പ്രോഗ്രസീവ് ആയിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഫിസിക്കൽ ഗ്രോത്ത് മാത്രമല്ല. ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ഗ്രോത്ത് ആണ്, നമ്മുടെ ബോഡിയിൽ വരുന്ന ചേഞ്ചിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഗ്രോത്ത് എന്ന് പറയുന്നെങ്കിൽ. ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഫിസിക്കൽ ചേഞ്ചസ് മാത്രമല്ല, including physical changes. First one is physical changes, social development, emotional development, fine motor development, പിന്നെ എന്താണ് ലാംഗ്വേജ് ഡെവലപ്മെന്റ്, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. ഇതെല്ലാം എന്തിൽ വരുന്നതാണ്? ഡെവലപ്മെന്റിൽ വരുന്നതാണ്. ഒരാളുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എപ്പോഴെങ്കിലും എന്താ പറയാ സ്റ്റോപ്പ് ആകും. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പൊ നിങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളുടെ ഡെവലപ്മെന്റ് സംഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ. നിങ്ങൾ ഓരോ ദിവസവും പഠിക്കുന്ന കാര്യങ്ങളിൽ കൊണ്ട് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. പുതിയ പുതിയ നോളജും കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കാം അല്ലേ. അപ്പോ ആ ഒരു കോഗ്നിറ്റീവ് ചേഞ്ചസും കാര്യങ്ങളും നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുക. അത് എന്തിന്റെ ഭാഗമാണ്? ഡെവലപ്മെന്റിന്റെ ഭാഗമാണ്. നമ്മൾ പറയും പഠിക്കാനായിട്ട് പ്രായം ഒരു തടസ്സമേ അല്ല അല്ലേ, എന്ന് പറയാറില്ലേ? അതേപോലെ തന്നെയാണ് പഠിക്കാനായിട്ട് പ്രായം ഒരു തടസ്സമേ അല്ല. നമുക്ക് എന്തെങ്കിലും ഇഷ്ടങ്ങൾ ഉണ്ടെങ്കിൽ, ചെറുപ്പത്തിൽ എപ്പോഴെങ്കിലും നമ്മൾ ആഗ്രഹിച്ചിട്ട് പഠിക്കാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ ഏജാണ്. എപ്പോ വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ മനസ്സ് ഓക്കെ ആണെങ്കിൽ നമുക്ക് ആ ഒരു കാര്യത്തിനോട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അത് പഠിക്കാനായിട്ട് പറ്റും. നമ്മളുടെ മനസ്സിൽ ഓക്കെയാണ്, പഠിക്കാമെന്ന് കോൺഫിഡന്റ് ആണെങ്കിൽ നമുക്ക് ആ കാര്യം എന്ത് ചെയ്യാം? പഠിച്ച് നേടിയെടുക്കാൻ തന്നെ പറ്റും. അപ്പൊ മേ ബി ചില ആൾക്കാർക്ക് പാട്ട് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവും. ചിലർ പാടുന്നവരായിരിക്കും, അവർക്ക് പാട്ട് പഠിക്കാനുള്ള ടൈം ആയിട്ടുള്ളൂ. നമ്മളിൽ തന്നെ ഉണ്ടാവും നമുക്ക് ആഗ്രഹങ്ങളൊക്കെ നമ്മള് എന്തെങ്കിലുമൊക്കെ ഉപേക്ഷിച്ചിട്ടുണ്ടാവും അല്ലെ. ഏതെങ്കിലുമൊക്കെ ഒരു സാഹചര്യത്തിൽ ചിലപ്പോൾ നമ്മുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളൊക്കെ എവിടെയെങ്കിലൊക്കെ ഉപേക്ഷിച്ചു പോയവരുണ്ടാവും. സോ നമ്മൾക്ക് ഒരു പ്രായം തടസ്സമേ ആകരുത്. കാരണം എന്താണ്? ഡെവലപ്മെന്റ്, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് നെവർ എൻഡിങ് പ്രോസസ് ആണ്. നമ്മുടെ ലൈഫ് എന്തോരം നാളുണ്ടോ അത്രയും നാള് നമ്മൾ ഡെവലപ്ഡ് ആയിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ചിലപ്പോ ഒരു 18 വയസ്സ് 19 വയസ്സൊക്കെ ഉള്ള സമയത്ത് ഒരു ആൺകുട്ടി നല്ല ബൈക്കില് എന്താ പറയാ ചീർപ്പാന് ഭയങ്കരമായിട്ട് എന്താ പറയാ ഭയങ്കര സ്പീഡിലൊക്കെ ആയിരിക്കും വണ്ടി ഓടിക്കുന്നത് അല്ലേ. ഭയങ്കര സ്പീഡല്ലേ. 19-20 വയസ്സുള്ള ആകുമ്പോഴേ നമുക്ക് വഴിക്കൂടെ പോകുമ്പോ തന്നെ ഭയങ്കര ഇറിറ്റേഷനും കാര്യങ്ങൾ, ആ സൗണ്ടും കാര്യങ്ങളൊക്കെ. പക്ഷെ ഇതേ കുട്ടികൾ 28 വയസ്സൊക്കെ ആയി കഴിയുമ്പോൾ കുറച്ചുകൂടി മെച്ചുവേർഡ് ആവും. നമ്മൾ ശ്രദ്ധിക്കുക, ഇതേ കുട്ടികൾക്ക് മെച്യൂരിറ്റി സംഭവിക്കുന്നത്. അതിപ്പോ അത്ര ഓവർ സ്പീഡ് ആയിരിക്കില്ല, അത് കൺട്രോൾഡ് ആവും. കുറച്ചും കൂടി ഉത്തരവാദിത്വം കാര്യങ്ങളൊക്കെ വരുന്നത് നമുക്ക് കാണാറില്ലേ. അത് ഡെവലപ്മെന്റ് വരുന്നതിന്റെ ഭാഗമാണ്. പിന്നീട് മേ ബി അവര് നമുക്ക് സൊസൈറ്റിക്ക് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള സിറ്റിസൺസ് ആയിട്ട് മാറും. ചില ഏജ് അല്ല, ഡെവലപ്മെന്റ് സംഭവിക്കുന്നത് കൊണ്ടാണ് അവർക്ക് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കുന്നത്. നമ്മൾ സ്ത്രീകള് വണ്ടി ഓടിക്കാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം സ്ലോ ആയിട്ടല്ലേ വണ്ടി ഓടിക്കുന്നത് അല്ലെ. അത്യാവശ്യം സ്പീഡിലൊന്നും ഓടിക്കൂല. കാരണം എന്താ പറയാ, നമ്മൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലിക്ക് അല്ലെങ്കിൽ 15 ഏജിലുള്ള അതായത് 15 വയസ്സ് ആ ടൈമിൽ എടുത്തിട്ടുള്ള ആ ഹൈറ്റ് തന്നെയാണ് ആ കുട്ടിക്ക് ഇപ്പോഴും ഉള്ളത്, ഫുഡ് സൈസ് ആണെങ്കിൽ. അപ്പം മാം പറഞ്ഞില്ലേ 18 വയസ്സ് വരെയാണ് അതിന് ശേഷം ഉള്ളതാണെന്നുള്ളത്. അപ്പൊ എനിക്കൊക്കെ അങ്ങനെയാണ്, 18 വയസ്സ് വരെ ഉള്ളതാണ്. സോറി, 18 വയസ്സിലുള്ളതാണ് ഇപ്പോഴും. 10th പഠിക്കുന്ന സമയത്തുള്ള ഹൈറ്റ് ആണ് ഇപ്പോഴുള്ളത്. എന്താ? 10th പഠിച്ചിരുന്ന സമയത്തുള്ള ഹൈറ്റ് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്, അങ്ങനെയല്ലേ? അതെ അതെ.
അത് ചിലപ്പോൾ എന്താ പറയാ മെച്യൂരിറ്റി നേരത്തെ അറ്റൻഡ് ചെയ്തായിരിക്കും. പക്ഷെ 19 വയസ്സ് വരെ നമുക്ക് ഹൈറ്റ് വെക്കും. നമ്മൾ കുറച്ചും കൂടി ട്രെയിൻ ചെയ്തിരുന്നെങ്കിൽ ഹൈറ്റ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള എക്സസൈസ് കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നെങ്കിൽ മേ ബി കുറച്ചും കൂടി ഹൈറ്റ് വെച്ചാലേ ആ സമയത്ത് ഗ്രോത്ത് സീസ് ആയിട്ടില്ല, സ്റ്റോപ്പ് ആയിട്ടുണ്ടായിരുന്നില്ല. 19 വയസ്സ് വരെ നമുക്ക് ഹൈറ്റും കാര്യങ്ങളൊക്കെ വെക്കും കേട്ടോ. ആ ഒരു ഓരോരുത്തരുടെയും ഏജ് അനുസരിച്ച് വ്യക്തി മാറ്റങ്ങൾ ഉണ്ട്. 19 വയസ്സ് വരെയാണ് നോർമലി ഒരു ഹൈറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, ദെൻ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? ഡെവലപ്മെന്റിനെ കുറിച്ചിട്ടാണ്. ചേഞ്ചസ് ഇൻ ബിഹേവിയർ. ഞാനപ്പോ ആ കുട്ടിയുടെ കാര്യം പറഞ്ഞ എന്താണ്? 19 വയസ്സിലുള്ള അവന്റെ ബിഹേവിയർ അല്ല ഒരു 28 വയസ്സായി കഴിഞ്ഞപ്പോ അവന്റെ ബിഹേവിയർ. നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അവന്റെ ബിഹേവിയറിൽ വരുന്ന മാറ്റത്തിലൂടെ നമുക്കത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. പ്രോഗ്രസീവ് ഇൻ നേച്ചർ, ഇംപ്രൂവ്മെന്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതലായിട്ട് ഇംപ്രൂവ്മെന്റ് കാര്യങ്ങൾ വരാണ്. ഇറ്റ് ഒക്കേഴ്സ് ത്രൂ എക്സ്പീരിയൻസ്. ഓരോ ഡെവലപ്മെന്റും വരുന്നത് എക്സ്പീരിയൻസിലൂടെയാണ്. ദെൻ മെച്യൂരിറ്റൈസേഷൻ, ഓരോ കുട്ടികളും മെച്യൂർഡ് ആവുന്നതിന്റെ അല്ലെങ്കിൽ മെച്യൂരിറ്റേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ഡെവലപ്മെന്റ് മറ്റൊരു പേര് തന്നെയാണ് മെച്യൂരിറ്റി എന്നുള്ളത്. ദെൻ ഡെവലപ്മെന്റ് റെഫേഴ്സ് ടു ഓവറോൾ ചേഞ്ചസ് റിസൾട്ടിങ് കേട്ടോ. Development refers to overall changes resulting in improvement of functioning of an individual. ഒരു ഇൻഡിവിജ്വലിന്റെ ഫങ്ഷനിങ്ങിന് വരുന്ന ഇംപ്രൂവ്മെന്റ് കാര്യങ്ങളൊക്കെയാണ് ഈ ഡെവലപ്മെന്റ് വരുന്നത്. ചേഞ്ചസും കാര്യങ്ങളൊക്കെ ഈ ഡെവലപ്മെന്റ് ഭാഗമാണ്. ക്വാളിറ്റേറ്റീവ് ആക്സെപ്റ്റ്, നമുക്ക് മെഷർ ചെയ്യാൻ പറ്റാത്തതിനെയാണ്, മെഷർ ചെയ്യുന്നതിനെ ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയും. നമുക്ക് മെഷർ ചെയ്യാൻ പറ്റാത്തതിനെ ക്വാളിറ്റേറ്റീവ് എന്നാ പറയുന്നത്. അപ്പോൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ക്വാളിറ്റേറ്റീവ് ആണ്. മെച്ചുവേർഡ് ആണ്, മെച്ചുവേർഡ് അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ അല്ലെ? അങ്ങനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കണ്ടിന്യൂസ് പ്രോസസ് ആണ്, നമ്മുടെ ലൈഫ് ലോങ് കണ്ടിന്യൂ ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് എന്ത്? ഡെവലപ്മെന്റ്. It does not end with the attainment of maturity. മെച്യൂരിറ്റി അറ്റൈൻ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അതെവിടെയും എന്ത് ചെയ്യുന്നില്ല, സ്റ്റോപ്പ് ആകുന്നില്ല. അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലൈഫ് ലോങ് എന്താണ് ഡെവലപ്മെന്റ് സംഭവിക്കുകയാണ്. ഓക്കെ, ഞാൻ ആദ്യം നിങ്ങൾക്ക് ഈ ടേബിൾ ആണ് എടുക്കുന്നത്. ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന പോർഷൻ ആണ് ആദ്യം എടുക്കുന്നത് കേട്ടോ. എന്നിട്ട് നമുക്ക് ചാപ്റ്ററിലേക്ക് വരാം. എന്നാലാണ് നിങ്ങൾക്ക് ഗ്രോത്ത് എന്താണ്, ഡെവലപ്മെന്റ് എന്താണ് എന്ന് മനസ്സിലാവുള്ളൂ. ഞാൻ ഈ പറഞ്ഞത് തന്നെയാണ് ഒന്നും കൂടി പറയാണ്. ഗ്രോത്ത് ആണ്. ഇറ്റ് റെഫേഴ്സ് ടു ചേഞ്ചസ് ഇൻ സ്പെസിഫിക് ആക്സെപ്റ്റ് ഓഫ് ദ ബോഡി ഓർ ബിഹേവിയർ ഓഫ് ദ ഇൻഡിവിജ്വൽ. നമ്മുടെ സ്പെസിഫിക് ആക്സെപ്റ്റ്, ബോഡിയിൽ വരുന്ന ചേഞ്ചസ്, ബിഹേവിയർ ഓഫ് ആൻ ഇൻഡിവിജ്വലിന്റെ ബിഹേവിയറിൽ വരുന്ന മാറ്റം എന്താണ് ഗ്രോത്ത് എന്ന് പറയാനായിട്ട് നമുക്ക് പറ്റും. ഇറ്റ് റെഫേഴ്സ് ടു, ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഓവറോൾ ചേഞ്ചസ് ആണ്, നമുക്ക് വരുന്ന ഫുൾ ആയിട്ടുള്ള മാറ്റമാണ്. ദാറ്റ് റിസൾട്ട് ഇൻ ഇംപ്രൂവ്ഡ് ഫങ്ഷനിങ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ. ഒരു നല്ല രീതിയിലൊരു ഇംപ്രൂവ്ഡ് ആയിട്ട് നല്ല രീതിയിൽ ഇംപ്രൂവ്ഡ് ഫങ്ഷനിങ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ, വ്യക്തിക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ അത് ഇവിടെ നിന്നുണ്ട് വരുന്നത് ഡെവലപ്മെന്റിലൂടെയാണ്. സൊസൈറ്റിക്ക് ഏറ്റവും എന്താ പറയാ, ഏറ്റവും നല്ല സോഷ്യലബിൾ ആയിട്ടുള്ള വ്യക്തികളായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ ഡെവലപ്മെന്റ് സംഭവിക്കണം. ഇനി ഗ്രോത്ത് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആണ്. നമുക്ക് ഗ്രോത്തിന്റെ കാര്യം എന്ത് ചെയ്യാൻ പറ്റും? മെഷർ ചെയ്യാനായിട്ട് പറ്റും. ഇത്ര ഹൈറ്റ്, ഇത്ര വെയിറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെഷർ ചെയ്യാൻ പറ്റും. ഡെവലപ്മെന്റ് മെഷർ ചെയ്യാൻ പറ്റുമോ? ഡെവലപ്മെന്റ് മെഷർ ചെയ്യാൻ പറ്റുമോ? ഇല്ലാലോ. ക്വാണ്ടിറ്റേറ്റീവ് ആക്സെപ്റ്റ് ആണ്. മെച്ചുവേർഡ് ആണ്, മെച്ചുവേർഡ് അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. അവ കുറച്ചും കൂടി ഡെവലപ്ഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ ഇത്ര അളവ് ഡെവലപ്ഡ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ? അളവും നമുക്ക് മെഷർ ചെയ്യാനായിട്ട് പറ്റില്ല. സോ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ക്വാളിറ്റേറ്റീവ് ആണ്. അവരിൽ നിന്ന് അവരുടെ പെരുമാറ്റത്തിലൂടെ അവരായിട്ട് മിങ്കിൾ ചെയ്യുന്നതിലൂടെ മാത്രമാണ് നമുക്ക് ഡെവലപ്മെന്റ് എന്ത് ചെയ്യാൻ പറ്റുന്നത്, മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇറ്റ് ഡസ് നോട്ട് കണ്ടിന്യൂസ് ത്രൂ ഔട്ട് ലൈഫ്. ഗ്രോത്ത് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് ലോങ് കണ്ടിന്യൂ ചെയ്യില്ല. നോട്ട് കണ്ടിന്യൂസ് പ്രോസസ് ആണ് എന്ത്? ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. It stop with when maturity is attained. നമ്മൾ മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യുമ്പോൾ അതെന്താവും? സ്റ്റോപ്പ് ആകും. അത് അവിടെ വെച്ചിട്ട് സീസ് ചെയ്ത് പോകും. സ്റ്റോപ്പ് ചെയ്ത് പോകുന്നതാണ് എന്ത്?
ഗ്രോത്ത് എന്ന് പറയുന്നത്. എനിക്കിപ്പോ ഞാൻ പറഞ്ഞത് 19 വയസ്സിലാണ് എന്റെ ലാസ്റ്റ് എടുത്ത ഹൈറ്റിന്റെ ഓർമ്മ. PSC രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് എടുത്ത ഹൈറ്റിന്റെ ഓർമ്മയാണ് എനിക്ക് ഇപ്പോഴും ഉള്ളത്. അതിന് മുമ്പ് ഹൈറ്റ് മെഷർ ചെയ്തൊന്നും എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അപ്പൊ അന്ന് എന്റെ ഹൈറ്റ് എത്രയായിരുന്നു? 152 ആയിരുന്നു. അത് തന്നെയാണ് ഇപ്പോഴും എന്റെ ഹൈറ്റ് ആയിട്ട് പറയുന്നത്. ഹൈറ്റ് ആണ് ഇപ്പോഴും മെഷർ ചെയ്ത് നോക്കിയാലും 152 തന്നെയാണ്. ഇനി ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ അൺസീസിങ് പ്രോസസ്. അൺസീസിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുന്ന കണ്ടിന്യൂസ് പ്രോസസ് ആണ്. സീസ് എന്ന് വെച്ചാൽ സ്റ്റോപ്പ് എന്നുള്ള അർത്ഥമാണ്. അൺസീസ് എന്ന് വെച്ചാൽ നോൺ സ്റ്റോപ്പ് എന്നാ പറയുന്നത്. അപ്പൊ ഡെവലപ്മെന്റ് എന്താണ്? അൺസീസിങ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്. ഇറ്റ് ഡസ് നോട്ട് എൻഡ് വെൻ ദ മെച്യൂരിറ്റി ഈസ് അറ്റൈൻഡ്. ഒരു മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യുമ്പോൾ അത് എവിടെയും സ്റ്റോപ്പ് ആകില്ല. നോട്ട് എൻഡ്സ് ആണ്, കണ്ടിന്യൂസ് ആണ്. ത്രൂ ഔട്ട് ദ ലൈഫ് നമുക്ക് എന്താണ്? കണ്ടിന്യൂസ് ആണ്. ഡെവലപ്മെന്റ് ജസ്റ്റ് നാരോ കൺസെപ്റ്റ് ആണ്. ഒരു ഡെവലപ്മെന്റ് അല്ല, ഗ്രോത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെവലപ്മെന്റിനെ സംബന്ധിച്ച് ഒരു നാരോ കൺസെപ്റ്റ് ആണ്. ഡെവലപ്മെന്റിന്റെ ഉള്ളിലുള്ള ഒരു ചെറിയ കൺസെപ്റ്റ് ആണ് എന്ത്? ഗ്രോത്ത് എന്ന് പറയുന്നത്. ഫിസിക്കൽ ഗ്രോത്തിലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡെവലപ്മെന്റിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡെവലപ്മെന്റ് ഉണ്ട്. ഫിസിക്കൽ ഡെവലപ്മെന്റ്, സോഷ്യൽ ഡെവലപ്മെന്റ്, ഇമോഷണൽ ഡെവലപ്മെന്റ്, പിന്നെ ലാംഗ്വേജ് ഡെവലപ്മെന്റ്, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡെവലപ്മെന്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡെവലപ്മെന്റ് പഠിക്കുന്നത്. അതില് ഗ്രോത്ത് എന്ന് പറയുന്നത് ജസ്റ്റ് ഡീൽസ് വിത്ത് ഫിസിക്കൽ ഡെവലപ്മെന്റ് ആണ്. ഫിസിക്കൽ ഡെവലപ്മെന്റ് മാത്രമാണ് എന്ത് ചെയ്യുന്നത്? ഗ്രോത്തിൽ വരുന്നത്. ജസ്റ്റ് ഒരു നാരോ കൺസെപ്റ്റ് ആണ് എന്ത്? ഗ്രോത്ത് എന്ന് പറയുന്നത്. ബട്ട് ഡെവലപ്മെന്റ് ഈസ് എ വൈഡർ ആൻഡ് കോംപ്രിഹെൻസീവ് കൺസെപ്റ്റ്. ജസ്റ്റ് ഒരു കാര്യം മാത്രമല്ല, കുറച്ചുകൂടി വൈഡർ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് എന്ത്? ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിസിക്കൽ ഡെവലപ്മെന്റ്, സോഷ്യൽ, ഇമോഷണൽ, കോഗ്നിറ്റീവ്, ലാംഗ്വേജ് and different types of development, എല്ലാം ഫിസിക്കൽ, മോട്ടോർ ഡെവലപ്മെന്റ് എല്ലാം കൂടി ഒരുമിച്ചിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. സോ ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരു നാരോ കൺസെപ്റ്റ്. നാരോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ചെറിയൊരു കൺസെപ്റ്റ്. ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? കുറച്ച് വൈഡർ ആയിട്ടുള്ള കോംപ്രിഹെൻസീവ് കൺസെപ്റ്റ്, വൈഡർ കൺസെപ്റ്റ് ആണ്. ഗ്രോത്ത് മേ ഓർ മേ നോട്ട് ബ്രിങ് ഡെവലപ്മെന്റ്. ഗ്രോത്ത് ചിലപ്പോൾ ഡെവലപ്മെന്റ് കൊണ്ടുവരാതിരിക്കാം. ഞാൻ പറഞ്ഞില്ലേ, മെന്റലി റിട്ടൈൻ ചിൽഡ്രൻസിന് ഡെവലപ്മെന്റ് സംഭവിച്ചിട്ടുണ്ടാവില്ല. 4 വയസ്സിന്റെ വളർച്ച മാത്രമേ അവരുടെ മനസ്സിലുണ്ടാവുള്ളൂ. 4-3 വയസ്സിന്റെ വളർച്ച മാത്രമേ കുട്ടികളുടെ മനസ്സിലുണ്ടാവുള്ളൂ. മെന്റൽ ഡെവലപ്മെന്റ് കുറവാണ്. പക്ഷെ അവരെ കാണാനായിട്ട് അവര് അത് നല്ല ആരോഗ്യവാനൊക്കെ ആയിരിക്കും, നല്ല ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അപ്പൊ ഗ്രോത്ത് മേ ഓർ മേ നോട്ട് ബ്രിങ് ഡെവലപ്മെന്റ്. ഗ്രോത്ത് ഡെവലപ്മെന്റ് കൊണ്ടുവരാതിരിക്കാം. അല്ലെ? അത് മനസ്സിലായോ പോയിന്റ്? ചിലപ്പോ ഗ്രോത്ത് ഡെവലപ്മെന്റ് കൊണ്ടുവരാതിരിക്കാം എന്ന് പറയുന്നത് മെന്റലി റിട്ടൈൻ ചിൽഡ്രൻസിന്റെ കേസാണ് പറയുന്നത്. കാരണം അവർക്ക് ചിലപ്പോൾ ശരീരവും കാര്യങ്ങളൊക്കെ വലുതായിട്ടുണ്ടാവും, മനസ്സിന് വളർച്ച എത്തിയിട്ടുണ്ടാവില്ല. ബട്ട് ഡെവലപ്മെന്റ് ഈസ് പോസിബിൾ വിത്തൗട്ട് ഗ്രോത്ത്. ഗ്രോത്ത് ഇല്ലെങ്കിലും ഡെവലപ്മെന്റ് സംഭവിച്ചിട്ടുണ്ടാവും. നമ്മളോട് ചിലപ്പോൾ പറയും ആരെങ്കിലും, ഏജിനേക്കാൾ കൂടുതൽ മെച്യൂരിറ്റി ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? അല്ലെങ്കിൽ നമ്മൾ തന്നെ പറയും ചിലരെ കാണുമ്പോ, കുട്ടിക്ക് ഏജിനേക്കാൾ മെച്യൂരിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ തന്നെ പറയും. എന്ന് വെച്ചാല് ഗ്രോത്ത് ഈസ് പോസിബിൾ ഡെവലപ്മെന്റ് ഈസ് പോസിബിൾ വിത്തൗട്ട് ഗ്രോത്ത് അത്രയും ഏജോ അല്ലെങ്കിൽ ഗ്രോത്തോ സംഭവിക്കണമെന്നില്ല. നമ്മളുടെ മെന്റൽ ഡെവലപ്മെന്റും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ആകും. ചില കുട്ടികളിൽ നേരത്തെ ഡെവലപ്മെന്റ് കാര്യങ്ങളൊക്കെ സംഭവിക്കും. The changes generated by growth are visible and can be measured. നമുക്ക് ഈ ഗ്രോത്തിൽ വരുന്ന മാറ്റങ്ങൾ നമുക്ക് പറയാനായിട്ട് പറ്റും. ഇപ്പൊ നമ്മളുടെ കുട്ടികളെ തന്നെയാണെങ്കിൽ നമ്മൾ എന്താ പറയാ, ഒരു 3 മാസമുള്ള ഒരു കുട്ടിക്ക് നമ്മൾ ജനിച്ച സമയത്തിന്റെ ഇരട്ടി വെയിറ്റ് വേണം. നമ്മൾ പറയാറില്ലേ, ജനിക്കുമ്പോൾ 3 kg ആണെങ്കിൽ 3 മാസം കഴിയുമ്പോൾ 6 കിലോ ആവണം. കേട്ടിട്ടുണ്ടോ അത്? കേട്ടിട്ടുണ്ട്. ഓക്കെ. അതേപോലെ തന്നെ നമുക്ക് ഗ്രോത്ത് പറയാം. ഇന്ന ഏജിലെ കുട്ടികള് കമന്ന് വീഴും, മുട്ടിലെഴയും, എഴുന്നേറ്റ് നിൽക്കും, പിടിച്ചു നിൽക്കും, എഴുന്നേറ്റ് നിൽക്കും, നടന്നു തുടങ്ങും എന്നൊക്കെ നമ്മൾ പറയും അല്ലെ? ഗ്രോത്ത് മെഷറും ചെയ്യാൻ പറ്റും. വെയിറ്റ്, ഹൈറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റൂലേ? ഇതാണ് ഗ്രോത്ത്. ബട്ട് ഡെവലപ്മെന്റ് ചേഞ്ച് produced by development are not traceable and cannot be measured. നമുക്ക് ഡെവലപ്ഡ് ആയോ ഇല്ലയോ എന്നൊന്നും നമുക്ക് മെഷർ ചെയ്യാനായിട്ട് പറ്റില്ല. നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റും.
മനസ്സിലാക്കാനായിട്ട് പറ്റും. പക്ഷെ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് മെഷർ ചെയ്യാനായിട്ട് പറ്റില്ല. ഇത്രയും ഡെവലപ്ഡ് ആയി അല്ലെങ്കിൽ ഇത്രയും മെച്ചുവേർഡ് ആയി എന്നൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് മെഷർ ചെയ്ത് പറയാൻ പറ്റില്ല. ഡെവലപ്ഡ് ആണ് അല്ലെങ്കിൽ മെച്യൂരിറ്റി അറ്റൈൻ ചെയ്തിട്ടുണ്ട്, മെച്യൂർഡ് ആയിട്ടില്ല അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇത്ര ഹൈറ്റ് കൂടി അല്ലെങ്കിൽ വെയിറ്റ് കൂടി എന്നൊക്കെ പറയുമ്പോൾ നമ്പേഴ്സ് പറയുന്ന പോലെ ഡെവലപ്മെന്റ് കേസ് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ഗ്രോത്ത് ഈസ് സ്ട്രക്ചറൽ, എന്നുവെച്ചാൽ ഘടനാപരമായിട്ടാണ് മാറ്റങ്ങൾ വരുന്നത്. നമ്മുടെ സെൽസിന്റെ മൾട്ടിപ്ലിക്കേഷനിലൂടെ അതേപോലെ തന്നെ ഓരോ ഏജിനനുസരിച്ചിട്ടും ഇതിന്റെ ഗ്രോത്ത് കാര്യങ്ങൾ വേണം എന്നുള്ളത് എന്തുണ്ട്, മെഷർ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ 4 വയസ്സുള്ള ആൺകുട്ടിയുടെ വെയിറ്റ് ഇത്രയായിരിക്കണം, 4 വയസ്സുള്ള പെൺകുട്ടിയുടെ വെയിറ്റ് ഇത്രയായിരിക്കണം, നമുക്ക് ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റ് ഇങ്ങനെയാണ് എന്നുള്ളതൊക്കെ പറയാറുണ്ട് അല്ലെ. അപ്പൊ അതൊരു സ്ട്രക്ചറൽ ആണ്, ഘടനാപരമായിട്ട് വരുന്ന മാറ്റങ്ങളാണ്. ബട്ട് ഡെവലപ്മെന്റ് എന്ന് വെച്ചാൽ ഫങ്ഷണൽ ആണ്, എന്ന് വെച്ചാൽ പ്രവർത്തന ഫലമായിട്ട് അവന്റെ എൻവയോൺമെന്റ് ആയിട്ട് മിങ്കിൾ ആവുന്നതിലൂടെ, അവൻ കൂടുതൽ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നതിലൂടെ, പഠിക്കുന്നതിലൂടെ, എഡ്യൂക്കേഷനിലൂടെ, റീഡിങ് ഹാബിറ്റ്. നിങ്ങൾ ബുക്കൊക്കെ വായിക്കുകയാണെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് ബുക്ക് വായിക്കുന്നതിനനുസരിച്ച് നമ്മുടെ നോളജിന്റെ ലെവൽ കൂടും. കേട്ടിട്ടുണ്ടോ അത്? ഫങ്ഷണൽ ആണ്, പ്രവർത്തനപരമായിട്ടാണ്, പ്രവർത്തനക്ഷമമായിട്ടാണ്. നമ്മൾ കൂടുതലായിട്ട് എഫേർട്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഡെവലപ്ഡ് ആവും. നമ്മൾ ഓരോ ദിവസം ഓരോ ദിവസം വേണ്ട, മന്ത്ലി ഒരു ബുക്ക് വെച്ച് റീഡ് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ പഴയ ഒരു എന്താ പറയാ ക്യാരക്ടർ ആയിരിക്കില്ല പിന്നീട് വരുന്നത്. ബുക്സ് ഒക്കെ റീഡ് ചെയ്യുന്നവർക്ക് കുറച്ചും കൂടി പേഷ്യൻസ് ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. സോ അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്വാളിറ്റീസും കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ സ്ട്രക്ചറൽ ആണെങ്കിൽ ഡെവലപ്മെന്റ് ഫങ്ഷണൽ ആണ്. നമ്മളുടെ പ്രവർത്തന ഫലമായിട്ടാണ് നമുക്ക് ഡെവലപ്മെന്റ് സംഭവിക്കുന്നത്. ഗ്രോത്ത് അത് ഏജിനനുസരിച്ച് ഗ്രോത്തുകൾ സംഭവിക്കുന്നതാണ്. നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ന്യൂട്രീഷ്യസ് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുന്നതിലൂടെ നമുക്ക് ഗ്രോത്ത് സംഭവിക്കുന്നു. ഞാൻ ഈ ക്ലാസ് ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ എന്താണ് ഡെവലപ്മെന്റ്, എന്താണ് ഗ്രോത്ത് എന്നുള്ളത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഗ്രോത്തിനെ ഡെവലപ്മെന്റിനെ കുറിച്ചിട്ട് പഠിക്കാം. അപ്പൊ ഞാൻ ഒന്നും കൂടി ഈ ഒരു ടേബിൾ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു പോകട്ടോ. ഓക്കെ, ജസ്റ്റ് ഏകദേശം ഒരു ധാരണ മനസ്സിലായില്ലേ? ഗ്രോത്ത് വേറെയാണ്, ഡെവലപ്മെന്റ് വേറെയാണ്. ഗ്രോത്ത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും, ഡെവലപ്മെന്റ് മെഷർ ചെയ്യാൻ പറ്റില്ല. ഗ്രോത്ത് സ്റ്റോപ്പ് ചെയ്യാൻ ഡെവലപ്മെന്റ് അൺസീസിങ് പ്രോസസ് ആണ്, കണ്ടിന്യൂസ് പ്രോസസ് ആണ്. ലൈഫ് ലോങ് നമ്മളുടെ കൂടെ നമ്മൾ ഡെവലപ്ഡ് ആയിക്കോട്ടേ ഇരിക്കും. ഓക്കെ, അപ്പോ ഞാൻ ക്ലാസ് ഇന്ന് വൈകിട്ട് ചെയ്യാണ്. താങ്ക് യു ഓൾ. സൈൻ ഔട്ട് ആരാ പറയുന്നേ? Ma'am, sign out. My name is Vidya. I am telling the sign out. Thank you, ma'am. Today's class was nice class. Today's class was about mental retarded children and child development and growth. And you explained the topics well. On the behalf of everyone, I am thanking you. Thank you all. Thank you, ma'am. Thank you.